ഒരു വിശ്വാസി രോഗിയാകുമ്പോൾ എന്താണ് വ്യത്യാസം? വിശ്വാസിയും വിശ്വാസമില്ലാത്ത ഒരാളും രണ്ടുപേർക്കും ടൈഫോയിഡ് വന്നാൽ, രണ്ടുപേർക്കും അറ്റാക്ക് ഉണ്ടായാൽ ECG ഒരേപോലെ ആയിരിക്കും, വേദന ഒരേപോലെ ആയിരിക്കും, അവർക്ക് നൽകുന്ന മരുന്നുകൾ ഒരേപോലെ ആയിരിക്കും. പക്ഷേ എന്താണ് ഒരു വ്യത്യാസം? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? വലാ തഹിനൂ ഫി ഇബ്തിഗാഅൽ ഖൗം. യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരായത്തിൽ പറയുന്നുണ്ട്, രണ്ട് പക്ഷത്തും ഗുരുതരമായ പരിക്ക് വെച്ച ആളുകളുണ്ട്, വേദനിക്കുന്ന ആളുകളുണ്ട്, മുറിവേറ്റ് ചോരയൊലിക്കുന്ന ആളുകളുണ്ട്. ഇൻ തകൂനൂ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നത് പോലെ തന്നെ അവരും വേദനിക്കുന്നുണ്ട്, അവർക്കും വേദനിക്കുന്നുണ്ട്. ഒരു പനി വരുമ്പോൾ, ഒരു തലവേദന വരുമ്പോൾ അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ യുക്തിവാദിയെന്നോ വ്യത്യാസമില്ല. അതാർക്ക് വേണമെങ്കിലും വരാം, എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങളായിരിക്കും. പക്ഷേ എന്താണ് വ്യത്യാസം? വിശുദ്ധ ഖുർആൻ അടുത്ത വചനത്തിൽ, അടുത്ത ആയത്തിൻ്റെ ബാക്കിയിൽ പറയാണ്, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. വതർജൂന മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന്, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വകാന അല്ലാഹു അലീമൻ ഹകീമ. നോക്കി, അള്ളാഹു എത്ര, അള്ളാഹുവിൻ്റെ രണ്ട് അസ്മാഉ സിഫത്താണ് അവിടെ ഉപയോഗിച്ചത്. വകാന അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ പ്രയാസങ്ങളുമെല്ലാം റബ്ബ് അറിയുന്നുണ്ട്. അള്ളാഹു ഹക്കീമാണ്, യുക്തിമാനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടാക്കിയതിന് അള്ളാഹുവിനൊരു യുക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അസുഖമുണ്ടാകുമ്പം, അതിൽ പ്രയാസം അനുഭവിക്കുമ്പം അതിൽ അള്ളാഹു ഒരു വലിയ യുക്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാട് അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ്, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ്. നമ്മുടെ കഷ്ടപ്പാട് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ്. എന്നിട്ടും എന്തിനാണ് എൻ്റെ റബ്ബെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് മാറാത്ത അസുഖങ്ങൾ ബാധിച്ച പലപ്പോഴും ആളുകൾ പ്രയാസങ്ങൾ കൊണ്ട് പറഞ്ഞു പോകാറുണ്ട്. സഹോദരങ്ങളെ, ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നവൻ. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്, ഒരു അസുഖം എന്നുള്ളതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം അത് ചെറിയ തലവേദനയാകാം, ഒരു പനിയാകാം, ഒരു കാല് വെച്ചുത്തിയാൽ തന്നെ നമുക്കറിയാം. പണ്ടൊക്കെ ഈ ഇമ്മരപ്പടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കാണാമല്ല. പഴയ വീട്ടിലൊക്കെ തായരിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുമ്പം കുറച്ച് ഉയരമുള്ള ഒരു പടി ഉണ്ടാവും. അതിപ്പോൾ നമ്മളെ കണങ്കാലിൻ്റെ മേലുള്ള ഭാഗം ഇടക്കിടക്ക് വെച്ച് കുത്തും, ഭയങ്കര വേദനയാണ് അവിടെ കുത്തുമ്പോൾ. അങ്ങനെ ഒരു പ്രയാസം, ഒരു മുള്ളു തറച്ചു കാല് വെച്ചുത്തി ഒന്ന് മടക്കി ചവിട്ടി, എന്തൊരു പ്രയാസമാണ്. അപ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ശപിച്ചു പോകും ചില ആളുകൾ. സഹോദരങ്ങളെ, എന്തൊരു വിശ്വാസിക്ക് തറക്കുന്ന ഒരു മുള്ള് പറഞ്ഞാൽ എത്ര ചെറിയ സാധനമാണ്. അത് തറക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചെരുപ്പിൻ്റെ ഉള്ളുകൂടെയൊക്കെ, പണ്ടാവായി ചെരുപ്പിൻ്റെ ഉള്ളുകൂടെയൊക്കെ എത്ര മുള്ള് നമ്മളെ കാൽമക്കറി. അത് വിശ്വാസിക്ക് അനുഗ്രഹമാണ്. അപ്പോൾ ഏത് പരീക്ഷണം, ഏത് പ്രയാസവും അത് വിശ്വാസിക്ക് അനുഗ്രഹമാണ്. ഇപ്പോൾ സഹോദരങ്ങൾ, ഒരു പ്രയാസം വരുമ്പം അതിൻ്റെ ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. എന്താണ് അതിലെ പോസിറ്റീവ്? അത് കാരണമായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു. അത് കാരണമായി നമ്മൾ ശാപവാക്കുച്ചരിച്ച് റബ്ബിൽ നിന്ന് അകന്നു പോയോ എങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ അത് ഗുണകരമാക്കി മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേ പിച്ചിമ്പയും പറഞ്ഞ് കുറേ ശപിച്ച് ശാപവാക്കുകൾ ഉച്ചരിച്ചിരുന്നുകൊണ്ട് ഒരു മെച്ചവും നമുക്ക് കിട്ടാനില്ല. നേരെ മറിച്ച് എന്തും പോസിറ്റീവായി കണ്ട് അത് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നതാണ്, എന്നോടുള്ള സ്നേഹമാണ്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അത് അമ്പിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി, നമ്മളെ നബിനെ, മുത്തുനബിനെ പറ്റി ആലോചിച്ചു. നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളെ ബാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, മക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വാപ്പയില്ലാതെ ഒരു പിതാവില്ലാതെ ജനിക്കുന്ന കുട്ടി, ആകെ താങ്ങും തണലുമായി ഉണ്ടാകുന്നത് ഉമ്മയാണ്. ആ ഉമ്മ, ആ കുട്ടിത്വം മാറുന്നതിന് മുമ്പ് ഉമ്മ മരിക്കുന്നു. 6-ാം വയസ്സിൽ ഉമ്മ മരിക്കുന്നു. 8 വയസ്സ് വരെ സമ്പന്നനായ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തുന്നത്. 2 കൊല്ലം. 6 വയസ്സിൽ ഉമ്മ മരിച്ച് 8 വയസ്സിൽ വല്യാപ്പ മരിക്കാണ്. വല്യാപ്പ ഭയങ്കര പൈസക്കാരനായിരുന്നു. സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആരാണ്? അബൂ ത്വാലിബാണ്. അബ്ദുൽ മുത്തലിബ് വസിയത്ത് ചെയ്യാണ് മരിച്ചാ നേരത്ത്. കുറേ മക്കളുണ്ടല്ലോ, എന്തേ സഹോദരങ്ങളെ അബൂ ത്വാലിബിനെ വിളിച്ച് വസിയത്ത് കൊടുത്തത്? അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഏറ്റവും ദരിദ്രനായ അബൂ ത്വാലിബിനെ വിളിച്ചിട്ടാണ് അബ്ദുൽ മുത്തലിബ് പറയുന്നത്, നോക്കാം മുഹമ്മദിൻ്റെ കാര്യക്ക് നോക്കണം, എൻ്റെ വാപ്പ അബ്ദുള്ള മരിച്ചു പോയതാണ്, എനിക്കറിയാലോ,
ഓൻ്റെ കാര്യം ഈ നോക്കണം കേട്ടോ അബൂ താലിബേൻ. എത്ര മക്കളുണ്ട് അവിടെ? അബൂലഹബുണ്ട്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബുണ്ട്. ഓരൊക്കെ ഉണ്ടായിട്ടും ഒരു ദരിദ്രനായ അബൂ താലിബിനാണ് ഏൽപ്പിച്ചത്. കാരണം എന്താ? അബ്ദുള്ളൻ്റെ അബൂ താലിബിൻ്റെ ഉമ്മ ഒന്നായിരുന്നു. ഉമ്മയൊത്ത സഹോദരനാണ് അബൂ താലിബ്. അതും അബൂ താലിബിനെ വിളിച്ചേൽപ്പിക്കുകയാണ്. അവിടെ ദാരിദ്ര്യമായിരുന്നു അബൂ താലിബിൻ്റെ വീട്ടിൽ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച് വീട് മാറിപ്പോയപ്പോൾ അലീബിനും അബൂ താലിബിനെയും കൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ നിന്ന് അബൂ താലിബിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെ എടുത്തിട്ടാണ് വീട് മാറിപ്പോയത്. പേടിക്കൊണ്ടേതാണ് നിങ്ങൾ വിചാരിച്ച് അലി റളിയല്ലാഹുവിനെ? അല്ല, ഒരാളെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയാൽ അവിടെ ദാരിദ്ര്യം കുറച്ചെങ്കിലും കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അലിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. അത്രയും ദരിദ്രനായിട്ടാണ് ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത് വരെ നബി ജീവിച്ചത്. എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പ്രവാചകനായി, നബിയായി, നബുവത്ത് കിട്ടി, റസൂലായി. കുടുംബക്കാരെ വിളിച്ചു പറഞ്ഞു, ഇതാ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അബൂലഹബ് സ്വന്തം കുടുംബക്കാർ ശപിച്ചു, ഉപദ്രവിക്കാൻ തുടങ്ങി, പ്രയാസപ്പെടുത്തി. കെട്ടിച്ചയച്ച 2 മക്കളെയും അവരുടെ ഭർത്താക്കന്മാർ ത്വലാഖ് ചൊല്ലി വീട്ടിലേക്ക് തിരിച്ചയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിലേ മുമ്പേ കെട്ടിച്ചു വിട്ട 2 പെൺകുട്ടികളെയും കാര്യം തീർത്ത് പെരിയ കൊണ്ടാക്കി. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവനും മരിച്ചു പോകുക. ആൺകുട്ടി ജനിക്കും, കുറച്ച് കഴിഞ്ഞാൽ മരിക്കും. എത്ര പ്രയാസം ഉണ്ടാവും. ആളുകൾ കളിയാക്കുക, വാലറ്റവൻ, ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി, ഇവനിഞ്ഞ് വാലില്ല എന്ന് പറഞ്ഞ് കളിയാക്കുക. സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ച പ്രയാസങ്ങളാണ്. അവസാനം ബഹിഷ്കരിക്കപ്പെട്ടു, ഭക്ഷണം വരെ കിട്ടാതായി. അത്രയും ബഹിഷ്കരണം. മലഞ്ചെരുവിൽ 3 വർഷത്തോളം താമസിച്ച് കായ്ക്കനികൾ ഭക്ഷിച്ചു. കന്നുകാലികൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ അവസാനം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഹിജ്റ പോയി. സഹോദരങ്ങളെ, നാട് വിട്ടുപോയി. എല്ലാം കൂടി ടിപ്പർ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വലിയ പിക്കപ്പ് വിളിച്ചു കണ്ട് ഫ്രിഡ്ജും ടിവിയും ഒക്കെ കൂടി കയറ്റി ATM കാർഡിൽ പൈസ ആയിട്ട് എല്ലാം മദീനത്തേക്ക് പോകണം. അവിടെ പോയി കുത്തി വലിച്ചാൻ പറ്റൂല. ഒന്നും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് യാത്ര പോകുന്നത്. ഇത്രയും കേട്ടോ, സ്വന്തം താങ്കും തണലുമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു പോകുക, അബൂ താലിബ് മരിച്ചു പോകുക. അങ്ങനെ മുഴുവൻ ദുഃഖത്തിൻ്റെ വർഷം ചരിത്രത്തിൽ കാണാം. ഇത്രയേറെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക. ഒരു പ്രയാസം വരുമ്പോഴത്തേന് പടച്ചോൻ എന്താ എന്നോട് ഇങ്ങനെയെന്നല്ല, അള്ളാഹു നമ്മളെ പ്രവാചകന്മാരെ ദറജയിലേക്ക് ഉയർത്തുകയാണ്. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ വരുന്നത് അമ്പിയാക്കന്മാർക്കാകുന്നു. അപ്പോൾ പടച്ചോന് എന്നോട് സ്നേഹമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ എൻ്റെ നേർക്ക് തിരിഞ്ഞിക്കണെന്നല്ല വിചാരിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നകും, അറബി ഗ്രാമർ പഠിച്ചോൽക്കറിയാം. അലാമു തൗക്കീദ്, ലാ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയണേ. അതിൻ്റെ ശേഷം പിന്നെ ഒരു നൂന് സഖീല എന്നറിയും, ഒരു കനുള്ള നൂനും വരും. വലനബുലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ മലയാളത്തിൽ പറയാൻ വയ്ക്കുള്ളൂ. പരീക്ഷണത്തിൽ ആരും ഒഴിവാവില്ല. ബിശൈഇൻ മിനൽ ഖൗഫി, ഈ പറഞ്ഞതിനൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടും. ഭയം, പേടി. ചില ആൾക്കാർക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല. MRI, വയറിൻ്റെ സ്കാന്. എന്നിട്ടും ചോദിച്ചു, ഡോക്ടറെ നല്ല വയറുവേദന ഉണ്ട്, സ്കാൻ ചെയ്തു, ഒന്നും കാണില്ല, അല്ല ക്യാൻസർ ആയിട്ട് ഉണ്ടാവുമോ? അപ്പോൾ പറയും, നമുക്കൊരു അൾട്രാസൗണ്ടൊക്കെ ഞാൻ ചെയ്തു, അതിലൊന്നും കാണില്ല, അതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവും എന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ CT സ്കാൻ അവിടുത്തെ നോക്കി, അതിലും കാണാനില്ല. അപ്പോഴും പറഞ്ഞു ചെറുതൊന്നും അതിൽ കാണൂല അത്രയും. ബേജാറ് പോണില്ല. അതാ പറഞ്ഞത്, പേടി. അത് അസുഖത്തെക്കാൾ വലിയ ഹലാക്കാണ്. ഒരു പേടിയാണ് കുടുങ്ങുക. ക്യാൻസർ ഉണ്ട് എന്നാണ് തോന്നുക. പിന്നെ തിന്നണില്ല, ഉറക്കില്ല, ഒന്നുമില്ല. പെരിയിലെല്ലാം ഉണ്ട്, കുട്ടികളുണ്ട്, ഭക്ഷണം കൊണ്ടെന്ന് വെച്ചാൽ ഒന്നും മനസ്സിക്ക് വേണ്ട. എന്ത് ബിരിയാണിയാണ്, മന്തിയാണ്, തിന്നാൻ വേണ്ട. കാരണം എന്താ? ക്യാൻസർ ഉണ്ടെന്ന് തോന്നുക, പേടിച്ചിരിക്കണ്. അപ്പോൾ അത് വലിയൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഖൗഫ് കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. സ്നേഹമുള്ള ആൾക്കാർ പിരിഞ്ഞു പോകുക, മരിച്ച് പിരിഞ്ഞു പോകുക, സ്വത്ത് നഷ്ടം ഉണ്ടാകുക, കടകത്തിപ്പോയി, ലാഭം നഷ്ടം വരിക, കച്ചവടം നഷ്ടത്തിലാകുക, കൃഷി നശിച്ചു പോവുക. ആ കാറ്റടിച്ചുള്ള വായ മുഴുവൻ പോയി. ഇന്നലത്തെ കാറ്റുണ്ട്. എന്താപ്പം എൻ്റെയൊക്കെ സങ്കടം. എന്തൊക്കെ കടും കള്ളി വാങ്ങി ഉണ്ടാക്കിയ വായയാണ്, നല്ല വില ഇട്ടെന്നൊക്കെ വിചാരിച്ചു. ഓരും കാറ്റ് ചെന്ന് നോക്കുമ്പോൾ ഒക്കെ അങ്ങനെ. എൻ്റെ സങ്കടം എത്രയാണ് സഹോദരങ്ങളെ. അതൊക്കെ വരും. അതാണ് പറയുന്നത്, അതൊക്കെ വരും. ഇതൊന്നും വേറെ ആൾക്കാർക്കില്ലല്ലോ, ഞമ്മക്കില്ലതാണ്. കാരണം അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ എന്തായാലും കിട്ടും. വലനബുലുവന്നകും. അപ്പം എന്താണ് ആകെയുള്ള സന്തോഷിക്കാനുള്ള മാർഗം? എന്താ? വബശ്ശിരിസ് സ്വാബിരീൻ. ആകെ സന്തോഷിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ക്ഷമിച്ചോളി. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇനി വല്ലാതെ അതിനെ പറ്റി നീട്ടി വലിപ്പിച്ചിട്ടില്ല. എന്ത് പ്രയാസം, എത്ര ചെറുതാകട്ടെ, ഒന്നാണ് കാലുടെങ്കിലും വെച്ചുത്തി. അല്ലെങ്കിൽ വലിയൊരു ക്യാൻസർ തന്നെ വന്നു, ഒരു വയറുവേദന വന്നു, സ്കാൻ ചെയ്തു, ക്യാൻസറാണെന്നാണ് പറഞ്ഞു. ഇപ്പോൾ എന്താ കഴിഞ്ഞു? ഒക്കെ കഴിഞ്ഞ്. ഞാൻ അവിടെ തറ ടച്ചിക്കണ്, ആ തറമ്മക്കും പ്ലാൻ വരക്കണം, പല പെരയും പോയി കണ്ടോക്കി. ഇനി ഒരു പെരയും കാണൂല. ഇനി അതിനെപ്പറ്റി നിങ്ങൾ ചർച്ചയ്ക്ക് മുമ്പെടുത്ത് പോയിട്ട് കാര്യമില്ല. മൂപ്പരിഞ്ഞ് 3 മാസം കൊണ്ട് മരിച്ചു എന്നുള്ള റിപ്പോർട്ടായിട്ട് കുത്തിരിക്കണ്. പിന്നെ അതൊരു വേറെ കാഴ്ചപ്പാടാണ്. ഇത് വളരെ ഗുരുതരമാണ്. നമ്മൾ വിചാരിച്ചതൊക്കെ വേറെ ആർക്കോ ഉള്ളതാണ്.
അല്ല സഹോദരങ്ങളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും വഞ്ചിക്കപ്പെട്ടത് രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണ് സഹോദരങ്ങളെ. രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞു. അസ്സിഹ്ഹത്തു വൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവ് സമയവും. മനസ്സ് വിചാരിച്ചെടുത്തേക്ക് ശരീരം കണ്ട് എത്തിക്കാൻ പറ്റിയൊരു ആരോഗ്യമുള്ള സമയം. ഇപ്പോൾ പോകണം വിചാരിച്ചാൽ പോകാൻ പറ്റും, നീച്ചണ് പോകാൻ പറ്റും. അവിടെ പോകണം, അത് ചെയ്യണമെന്ന് മനസ്സാഗ്രഹിക്കുന്നുണ്ടോ, അത് നടത്താൻ പറ്റിയ പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, ഒഴിവുണ്ട്, അതിൻ്റെ നേരമുണ്ട്. ചില ആൾക്കാർക്ക് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല, ഒക്കെ കയ്യിലുണ്ടാവും, നേരമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഒഴിവ് സമയവും ആരോഗ്യവും ഇതിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് വളരെ ശക്തമായ പരീക്ഷണമാണ് ഈ ആരോഗ്യ ഒഴിവ് സമയവും. കാരണം എന്താ അറിയോ, മരണമാസന്നനാവുമ്പം മരണം ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം നമുക്കൊക്കെ വരും. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പം ഇനി ഞാൻ ബാക്കിയാവൂല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം അതെല്ലാവരുടെ ജീവിതത്തിലും വരാനുണ്ട് സഹോദരങ്ങളെ. സത്യമാണ്. നിങ്ങൾ നോക്കി, എത്ര ആൾ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഇരുന്നില്ലേ, മഗ്‌രിബിൻ്റെ മുമ്പും ശേഷമായിട്ട് എല്ലാവരും മൂത്രമൊഴിക്കേണ്ടവരൊക്കെ മൂത്രമൊഴിച്ചു. സഹോദരങ്ങളെ, ഒന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, മൂത്രമൊഴിച്ചിട്ട് പോകാത്തവർ, മൂത്രമൊഴിക്കുമ്പം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മൂത്രമൊഴിച്ചപ്പം രക്തം പോയി. അപ്പോൾ സഹോദരങ്ങളെ, ഒന്ന് തെറ്റിൽ പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് ഒരു പ്രയാസമില്ലാതെ എണീറ്റ് പോകുന്നവരാണ് നമ്മൾ. എന്നാൽ എത്രയോ ആളുകൾ മൂത്രമൊഴിക്കാൻ പറ്റാതെ ട്യൂബിടേണ്ടി വന്നവർ, മൂത്രത്തിൽ രക്തം വന്നപ്പം പരിശോധിച്ചപ്പോൾ മൂത്രസഞ്ചിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞവർ, മൂത്രക്കല്ല് വന്ന് ബ്ലോക്കായി മൂത്രം പോകാൻ പ്രയാസപ്പെടുന്നവർ, മൂത്രത്തിൽ പ്രോട്ടീൻ അധികമായി കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, മൂത്രമൊഴിച്ചിട്ട് പോകാത്ത, തീരെ മൂത്രമില്ലാത്തവർ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മൾ ആ ടോയ്ലറ്റിൽ നിൽക്കണ നമ്മളെ കാര്യങ്ങൾ സാധിച്ച് നമ്മൾ എണീറ്റില്ലേ? ഇന്ന് രാവിലെ നമ്മൾ ഉറക്കത്തുനിന്ന് എണീറ്റ് പോകുന്നില്ലേ സഹോദരങ്ങളെ? എത്ര ആളുകൾ ഉറങ്ങിയിട്ട് ഒരിക്കലും എണീക്കാത്ത എത്ര പേരുണ്ടായിട്ടുണ്ട്. ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചവർ, ഉറക്കത്തിൽ സ്ട്രോക്ക് സംഭവിച്ച് രാവിലെ ബോധമില്ലാതെ എണീറ്റവർ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവർ, കുഴഞ്ഞു പോയവർ, ഒരു ഭാഗം കുഴഞ്ഞു പോയവർ, തലച്ചോറിന് മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട് കുട്ടികളെപ്പോലെ പെരുമാറുന്ന വലിയ ആളുകൾ തലച്ചോറിന് അസുഖം വന്നു, തലച്ചോറിന് വളർച്ചയൊക്കെ നഷ്ടപ്പെട്ട് ബുദ്ധിയില്ല, മൂത്രമൊഴിച്ച് മലം വിസർജിച്ച് കുട്ടികൾ കളിക്കുന്നത് പോലെ കളിക്കുന്ന വലിയ ആളുകൾ. ഇതൊന്നുമില്ലാതെ സഹോദരങ്ങളെ നമുക്ക് ഒരു പ്രയാസമില്ലാതെ രാവിലെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ലേ? മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം രാവിലെ എണീറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ നമ്മൾ പറഞ്ഞോ സഹോദരങ്ങളെ? മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു അൽഹംദുലില്ലാ വന്നോ? നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിൽ നമ്മൾ തക്ബീർ കെട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് നമ്മൾ ഇന്ന് മഗ്‌രിബിന് പറഞ്ഞില്ലേ സഹോദരങ്ങളെ? അതറിയാതെ യാന്ത്രികമായി പറഞ്ഞു പോയതാണോ? നമ്മളെ ഉള്ളിൽ നിന്ന് വന്നതാണ് അൽഹംദുലില്ലാ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെന്നിട്ട് കൈകാലുകൾക്കൊരു തളർച്ചയില്ലാതെ ഈ ഒരു പ്രായത്തിലും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ, നടന്നു വരാൻ, ഒരു പ്രതിസന്ധിയില്ലാതെ ആരോഗ്യത്തോടു കൂടി ഈ പരിപാടിക്ക് വരാനും അനക്കെ പടച്ചോനൊരു തൗഫീക്ക് നൽകിയില്ല സഹോദരങ്ങളെ? ആ നിസ്കരിക്കാൻ എണീറ്റ് നിന്നപ്പോൾ എത്ര ആളുകൾ കുഴഞ്ഞുപോയി. കഴിഞ്ഞ ആഴ്ച സ്ട്രോക്ക് ബാധിച്ചവർ, ഇപ്പോൾ ഈ വരുന്ന വഴിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച സഹോദരൻ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരാൾ നട്ടെല്ല് പൊട്ടി, കഴുത്ത് പൊട്ടി, കയ്യും കാലും കുഴഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊന്നുമില്ലാതെ പടച്ചോൻ എന്നെ സംരക്ഷിച്ചിട്ട് ഒരു ആത്മാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് പറ്റിയിട്ടില്ലേ സഹോദരങ്ങളെ? പറ്റുന്നില്ലേ? ഇന്ന് മഗ്‌രിബിന് പോലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ഓതിയപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന അൽഹംദുലില്ലാ അല്ലേ? അങ്ങനെ പറയാൻ സാധിക്കണം. അപ്പോഴാണ് ഹർഷിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയുമെന്നാണ് ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പടച്ചോൻ പറയുന്നതാണ്. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉള്ളിൽ തട്ടി പറയുമ്പോൾ പടച്ചോൻ ഹർഷിൻ്റെ മുകളിൽ നിന്ന് പറയുന്നതാണ് ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. ആരാണ് സഹോദരങ്ങളെ പറയുന്നത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്നാവായ പടച്ചോന് ഹർഷിൻ്റെ മുമ്പിൽ നിന്ന് പറയാണ് എൻ്റെ അടിമ അൽഹംദു പറഞ്ഞു എന്ന്. എത്ര സന്തോഷം ഉണ്ടാണ് നമുക്കൊരു അൽഹംദുലില്ലാ പറയുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തിരക്കുള്ള കാഷ്വാലിറ്റിന് മുമ്പിൽ ഒരു 5 മിനിറ്റ് പോയി നിന്നാൽ മതി. അള്ളാഹു നമ്മളോട് കാണിച്ച ഔദാര്യം, ഫളില്, കാരുണ്യം സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമുക്ക് പടച്ചോനോട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വരിക.
ആത്മാർത്ഥമായിട്ട് ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ സാധിക്കുക. അതല്ലാതെ ഒരു വയറുവേദന ഉണ്ടായിട്ട് സ്കാൻ ചെയ്തിട്ട് ഇതാ വയറ്റിൻ്റെ ഉള്ളിൽ കുടലിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റേജാണ്, ലിവറിനെ ബാധിച്ചിട്ടുണ്ട്, ഇനി പ്രതീക്ഷയൊന്നുമില്ല, ചികിത്സൻ്റെ അവസരങ്ങളൊക്കെ കഴിഞ്ഞു പോയി, ഇനി വല്ല പെയിൻ ക്ലിനിക്കിൽ പോയി പാലിയേറ്റീവ് കെയറിൽ പോയി കാണിച്ചോളി എന്ന് വല്ല ആദിവാസികളെ വല്ല മരുന്നെന്തെങ്കിലും വയനാട്ടിൽ പോയി കിട്ടുമോ നോക്കി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മാറിപ്പോകും. ഒരു സഹോദരൻ വന്നിട്ട് പറയാം, ഭയങ്കര തലവേദന ഡോക്ടറെ, എന്താ ചെയ്യുക, ജീവിതത്തിൽ ഇങ്ങനെ ഒരു തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. സ്കാൻ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ സ്കാൻ ചെയ്തു, റിപ്പോർട്ട് മൂപ്പർ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കി. ഇപ്പം അങ്ങനെ സൗകര്യം ഉണ്ടല്ലോ, വെറുതെ സ്കാൻ ചെയ്ത ഗൂഗിൾ തന്നെ പറഞ്ഞുതരും എന്താന്ന്. അപ്പോൾ വളരെ അപൂർവമായ ക്യാൻസറാണ്, ഇനി 3 മാസമൊക്കെ ജീവിക്കൊള്ളുന്നു, ഗൂഗിൾ തന്നെ പറഞ്ഞോ. എന്താ നമ്മളെ അവസ്ഥ? നമുക്കാണെങ്കിൽ സഹോദരങ്ങളെ പിന്നെ നാളെ സൂര്യൻ ഉദിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. ഇതേവരെ നമ്മൾ നിസ്കരിച്ചിട്ടില്ലാത്ത ഒരു തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കും. കാരണം എന്താ, നമുക്ക് മനസ്സിലായി നമ്മളെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, നാളെ കടിക്കൊന്നും ഇനി പോകാനല്ല, നാളെ പണിക്കൊന്നും പോകാനല്ല. നിസ്കാരത്തിൽ ആത്മാർത്ഥത കൂടും, സുജൂദിന് ചിലപ്പോൾ നമ്മൾ പൊന്തൂല. ഇത്തരം കാലം കുറച്ച് വെക്കുമ്പോഴത്തേന് നെറ്റി വരുത്താവും. ഈ ചങ്ങായിക്ക് കുറച്ചേരം ഓതിയ സുബ്ഹാന റബ്ബിയൽ അളീന്ന് അലാലാന്ന് 3 വട്ടം ഓതിയാൽ പോയി. ഇപ്പോഴത്തെ ഈ സുജൂദിൽ വല്ല യാസീനോദ് എന്നൊക്കെ തോന്നും, കുറേ നേരം സുജൂദിൽ കിടന്ന. അങ്ങനെ പറഞ്ഞ ആൾ സുജൂദിൽ നിന്ന് നീച്ചാത്തൊരവസ്ഥ. എന്തേ സഹോദരങ്ങളെ, എന്തേ മാറ്റമുണ്ടായത്? നമ്മളെ കാഴ്ചപ്പാട് മാറി, മരണം ബോധ്യപ്പെട്ടു. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയൊരവസ്ഥ നമുക്ക് അനുഭവപ്പെടുകയാണ്. അവസരങ്ങൾ കഴിഞ്ഞു, ദുനിയാവിലെ അവസരങ്ങൾ കഴിഞ്ഞു സഹോദരങ്ങളെ. ഇത് ജീവിതത്തിൽ വരുന്നൊരു സന്ദർഭമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ് മർറൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസൻ. ഖബർസ്ഥാനിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ സ്ഥിരം പോണ ഖബർസ്ഥാനിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഒരു പുതിയ ഖബർ, നല്ലൊരു നനവുണ്ട്, ഇന്നലെ മിഞ്ഞാന്നേറ്റ മറവ് ചെയ്ത ഖബറാണ്. അങ്ങനത്തെ ഒരു ഖബറിൻ്റെ അരികിലൂടെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റക്അതാനി ഖഫീഫതാനി, ഏറ്റവും ഖഫീഫായ 2 റക്അത്ത് നമസ്കാരം. അതേതാ സഹോദരങ്ങളെ? മിമ്മാ തഹ്കിറൂന, നിങ്ങൾ വളരെ നിസ്സാരമായി കാണുന്ന, വതംഫിലൂന, നിങ്ങൾ നവാഫിലായി ഐച്ഛികമായി സുന്നത്തായി കാണുന്ന 2 റക്അത്ത് നമസ്കാരം. നമുക്കറിയില്ലേ, മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ ളുഹറിന് പള്ളി കയറി, ജമാഅത്തിന് 1 മിനിറ്റ് ഉണ്ട്, 1.5 മിനിറ്റ് സമയമുണ്ട്, 2 മിനിറ്റ് സമയമുണ്ട്. നമുക്കറിയാം 2 മിനിറ്റ് കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്കറിയാം, നമ്മൾ നഷ്ടപ്പെടുത്തൂല, നമ്മൾ നിസ്കരിക്കും. അങ്ങനെ നിസ്സാരമായി നിങ്ങൾ കാണുന്ന 2 റക്അത്ത്, ഏറ്റവും ലഘുവായ 2 റക്അത്ത് നമസ്കാരം, യസീദുഹുമാ ഹദാഫി, അത് വർദ്ധിപ്പിക്കാനാണ് ഫി അമലിഹി, തൻ്റെ അമലിൽ ആ ഖബറാളി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഖബറാളി എന്താണ് ആഗ്രഹിച്ചു? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞുതരാണ്, ഈ ഖബറിലുള്ള മനുഷ്യൻ ഇപ്പം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അഹബ്ബു ഇലൈഹി മിൻ ബഖിയതി ദുനിയാക്കും, ബാക്കിയുള്ള ദുന്യവിയായ ജീവിതത്തിൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇപ്പം ആ 2 റക്അത്ത് നിസ്കാരമാണ്, വേറെ ഒന്നുമല്ല. അയാൾക്കിത് മനസ്സിലായി, അയാൾക്ക് ഇനി ഒന്നും ചെയ്യാല്ല, അയാളെ കർമ്മരേഖ അടക്കപ്പെട്ടു. അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അയാൾക്ക് അതുകൊണ്ട് ഇനി ഒരു ബെനിഫിറ്റും ഇല്ല, ഒരു മെച്ചമില്ല. നമസ്കരിക്കാൻ കഴിയുന്നവർ ആ ഖബറിന് മുകളിലൂടെ നടന്നു പോകുന്ന നമ്മളാണ്, നമ്മക്കാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ സഹോദരങ്ങൾ, ഇതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്, നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ നിമിഷങ്ങളാണ്. വെറുതെ യൂട്യൂബിലെ ഷോർട്സും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ചെറിയ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര സമയമാണ്. ഫുട്ബോളിനെ പറ്റി, മെസ്സിൻ്റെ കട്ടിനെ പറ്റി, മെസ്സി ഗോളടിച്ചതിനെ പറ്റി, മെസ്സി പോലും അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ആൾക്കാർ. സമയങ്ങൾ എത്ര സമയമാണ് ചെലവഴിക്കുന്നത് അതിനു വേണ്ടി? ഒരു സുബ്ഹാനല്ലാഹ് മനസ്സിൻ്റെ ഉള്ളെന്ന് പറയാൻ, ഒരു അൽഹംദുലില്ലാഹ് പറയാൻ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ, അള്ളാഹുവിനെ കുറിച്ചൊന്ന് ഓർക്കാൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളൊന്ന് ഉച്ചരിക്കാൻ നമുക്ക് സമയമല്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖബറാളി ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 റക്അത്ത് നമസ്കാരത്തിൻ്റെ വില അയാൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇത് ചോദ്യം ചെയ്യപ്പെടും. ഇത് നഷ്ടപ്പെടുത്തിയാൽ സഹോദരങ്ങളെ വിചാരണ ഉണ്ടാവും. അതായാലും വലിയ കാര്യമാണ്. നിങ്ങൾ നോക്കി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്താ? 2 ദിവസമായി നബിയുടെ വയറിലേക്ക് വല്ലതും ചെന്നിട്ട് പട്ടിണിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കം വരാഞ്ഞ് വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇരുട്ടത്ത് 2 ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നയൽ 2 ആളുകൾ ഇരുട്ടത്ത് വരികയാണ്. അപ്പോൾ അടുത്തെത്തിയപ്പോൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാഅ, മാ അഖ്റജകുമാ, നിങ്ങൾ 2 പേരും എന്താണ് നിങ്ങളെ ഈ നട്ടപ്പാതിരക്ക്, ഈ അസമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് എന്താണ്? അൽ ജൂ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ടിറങ്ങിയതാണ് നബിയെ. 2 പേരും വിശന്നിട്ട്. സഹോദരങ്ങളെ, നമ്മൾ കിടന്നിട്ട് ഉറങ്ങാതെ നമ്മൾ എണീറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തിന്? തിന്നത് അധികമായി, ഗ്യാസ് കയറിയിട്ട്.
രാത്രി കല്യാണത്തിന് പോയി, മന്തി ഉണ്ട്, കപ്സി ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കണതൊക്കെ നമുക്ക് തിന്നാനുള്ളതാണ്. അത് കപ്സുള്ള ഇഷ്ടമുള്ളവന് കപ്സ് തിന്നാനുള്ളതാണ്. നമ്മളെല്ലാം തിന്നു. ഇനി പറ്റിയ വെറുംചോറും കുറച്ചിട്ട് നമ്മൾ തിന്നു. എല്ലാം കൂടി തിന്ന് ഉറങ്ങാൻ കടന്നിട്ട് ഗ്യാസ് കയറി നമുക്ക് ഉറക്കം വരുന്നില്ല. നമ്മൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂല് 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് ഒന്ന് കിടന്നിട്ട് ഉറക്കം കൂടി കിട്ടണില്ല. അങ്ങനെ ഇവർ 3 പേരും അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവർ അതേപോലെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് വഅന വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ. എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അള്ളാഹു തന്നെയാണ് സത്യം. നിങ്ങളെ 2 പേരെയും എന്താണോ പുറത്തിറക്കിയത് അതുതന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്, വിശപ്പ്. അങ്ങനെ 3 പേരും കൂടി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ കാരണം എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടോടെ. അങ്ങനെ അവിടെ ചെന്ന് ഉപ്പര ആടിനെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം കഴിച്ചിരിക്കുമ്പം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ആദിഹി നഈം യൗമൽ ഖിയാമ. ഇത് നമ്മൾ മനസ്സിൽ അടിവരട്ട് വെക്കണം സഹോദരങ്ങളെ, അടിവരട്ട് വെക്കണം. ലതുസ്അലുന്ന ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അൻ ആദിഹി നഈം, ഈ ഒരു അനുഗ്രഹത്തെ പറ്റി. തിന്നാൻ കിട്ടാതെ 2 ദിവസമായിട്ട് കിടന്നിട്ട് ഉറക്കം വരാതെ പുറത്തിറങ്ങിയപ്പം തിന്നാൻ കിട്ടിയ ആ ഒരു ഭക്ഷണം അത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹമാണെങ്കിൽ സഹോദരങ്ങളെ, എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ചിന്ത മതി. നമ്മൾ ഈ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, മരണത്തെ നമ്മൾ നേരിൽ കാണുന്ന ഒരു നിമിഷം വരാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും വരാനുണ്ട്. എന്താണ് സൂറത്തുൽ മുനാഫിഖീൻ അല്ലാഹു പറയാണ് മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഓരോ നഫ്സും ആ മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ പറയുന്നതാണ് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എനിക്ക് കുറച്ചൊന്ന് നീട്ടിത്തരണം, ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒന്നും കൂടി ഇങ്ങോട്ട് ദുനിയാവിക്ക് പറഞ്ഞേക്കണേ. എന്താണ് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഒന്നുകൂടി നിങ്ങളുടെ ദുനിയാവിക്ക് അയച്ചാൽ ഞാൻ കുറച്ചുകൂടിയൊക്കെ നന്മ ചെയ്തു വരാം എന്ന് പറയും. ഞാൻ കുറച്ചുകൂടി സ്വതക്ക ചെയ്യാമെന്ന് പറയും, കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറയും. പക്ഷേ പടച്ചോൻ പറയും ഇനി എന്തില്ല, അജല് പൂർത്തിയാക്കപ്പെട്ടു, ഇനി ഒരു തിരിച്ചുപോക്കില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭം വരാനുണ്ട്. കർമ്മരേഖകൾ മുദ്രവെക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ ബർസഖി ലോകത്തേക്ക് യാത്രയാകും. പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് എന്തുമാത്രമാണ്? നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഒരു വിചാരണ മാത്രമാണ് പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു നിമിഷം വരുന്നതിന് മുമ്പായി നമ്മൾ തയ്യാറെടുക്കണം. അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഒരു രോഗിയാകുക എന്നുള്ളത്, ഒരു അസുഖം വരിക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമ്മളെ മരണത്തെ അഭിമുഖീകരിക്കും. ചില ആൾക്കാർ കുറച്ച് നേരത്തെ പോകുന്നുള്ളൂ. നേരത്തെ പോണോലൊന്നും നിർഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. കുറേ ആയുസ് തന്നു എന്നതുകൊണ്ട് അള്ളാഹു വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് ചെയ്തത് എന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാം ഒരു പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. നന്മ കൊണ്ട് പരീക്ഷിക്കുന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം അതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകും. ഒരു പ്രയാസം, ഒരു മുസീബത്ത് വരുമ്പം നമുക്ക് മനസ്സിലാവും അതൊരു മുസീബത്താണെന്ന്, നമ്മൾ പടച്ചോനിലേക്ക് അടുക്കും. പക്ഷേ ഒരു നന്മ വരുമ്പോൾ അതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ഇതൊരു അമാനത്താണ്. ആരോഗ്യം എന്നുള്ളത് ഒരു അമാനത്താണ്. വലാത്തഖ്തുലൂ അൻഫുസകും, വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. നമ്മളെ ശരീരത്തിന് ദൂഷ്യമുണ്ടാക്കുന്ന, അനാരോഗ്യമുണ്ടാക്കുന്ന, അറിയപ്പെടുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസി ചെയ്യാൻ പാടുള്ളതല്ല. പുകവലി, അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നറിയാത്ത ആരാളുള്ളത്? അറ്റാക്ക് ഉണ്ടാക്കുമെന്നറിയാത്ത ആരാളുള്ളത് സഹോദരങ്ങളെ? എന്നിട്ടും നമ്മൾ പുകവലിക്കുന്നു എങ്കിൽ വലാത്തഖ്തുലൂ അൻഫുസകും എന്ന ആയത്തിൻ്റെ പരിധിയിലാണ് പെടുക. അതുകൊണ്ട് അനാരോഗ്യകരമായ പ്രവണതകൾ അതറിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല. ആരോഗ്യമെന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്താണ്. നമ്മൾ വഞ്ചിക്കപ്പെട്ട അമാനത്താണ് ആരോഗ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അതിലുള്ള വഞ്ചനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ജീവിതം, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് അള്ളാഹു കുറേ ആളുകളെ രോഗികളാക്കിയിട്ട്, കുറേ ആൾക്കാരെ ആരോഗ്യമുള്ളവരാക്കിയിട്ട്, കുറേ ആൾക്കാരെ പൈസക്കാരാക്കിയിട്ട്, കുറേ ആൾക്കാരെ പൈസ ഇല്ലാത്ത സാധുക്കളാക്കിയിട്ട്, അങ്ങനെ പലതരത്തിൽ അള്ളാഹു ആളുകളെ സൃഷ്ടിച്ച് എന്തിനാണ് ഈ പരീക്ഷണം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് അതാണ് ജീവിതത്തെ പറ്റിയുള്ള ഏറ്റവും വ്യക്തമായ തിരിച്ചറിവ്. അതൊരു സത്യവിശ്വാസിക്കുണ്ടാകണം. നമ്മളിവിടെ കാലാകാലം ജീവിക്കാൻ വന്നവരല്ല. ഒരു ദിവസം നമ്മളിവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകും സഹോദരങ്ങളെ. അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നിജപ്പെടുത്താൻ സാധ്യമല്ല. ഒരു പക്ഷേ അത് ഒരു തിരക്കുള്ള ഹൈവേയിൽ വണ്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ആക്സിഡൻ്റായി രക്തം വാർന്ന് മരിച്ചേക്കാം.
അല്ലെങ്കിൽ റോഡിൽ കിടന്നായിരിക്കാം നമ്മൾ രക്തം വാർന്ന് മരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് നമ്മുടെ ഇണയുടെ മടിയിൽ തലയിൽ വെച്ചായിരിക്കാം സഹോദരങ്ങളെ നമ്മൾ ഒരുപക്ഷെ മരണപ്പെടുന്നത്. ഇതല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ ICU വെന്റിലേറ്ററിൽ എല്ലാ ദ്വാരങ്ങളിലൂടെയും ട്യൂബിട്ടുകൊണ്ട് ഇലക്ട്രോണിക് ശബ്ദങ്ങൾക്കിടയിൽ കടന്നുകൊണ്ട് ആയിരിക്കാം നമ്മൾ ഒരുപക്ഷെ മരണപ്പെടുന്നത്. ഒന്നും നമുക്കറിയില്ല ആ നിമിഷം എങ്ങനെയായിരിക്കുമെന്നത്. അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. കുറച്ചൊരു വ്യത്യാസം, ഒരു സമയത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ, അതൊരു ഏറ്റവും വലിയ ഹക്കാണത്. അതിനെ നമ്മൾ നേരിടാൻ ജീവിതം കൊണ്ട് തയ്യാറെടുത്തേ പറ്റൂ. എന്നാലും നമ്മൾ ഖേദിക്കേണ്ടി വരില്ല. ഒരിക്കൽ കൂടി എന്നെ ദുനിയാവിലേക്ക് മടക്കിത്തരണമെന്ന ദീനരോധനം നമ്മളിൽ നിന്നുണ്ടാകില്ല. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു അസുഖം വരുമ്പം അതിനുള്ള ഒരു സാധ്യതയും ഒരവസരവുമാണ്. ആ തരത്തിൽ അസുഖത്തെ പോസിറ്റീവായിട്ട് കാണാൻ, അതിൽ ക്ഷമിക്കാൻ, ആ പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ വിധിയാണ്, തീരുമാനമാണ്. അതിൽ തൃപ്തിപ്പെടാൻ, ക്ഷമിക്കാൻ, തൻ്റെ റബ്ബിനെ കുറിച്ച് നല്ല ഒരു വിചാരമുണ്ടാകാൻ, നല്ലത് മാത്രം ചിന്തിക്കാൻ അത് നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ. അവൻ്റെ എല്ലാ കാര്യവും ഖൈറാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനീൻ. അത് മുഅ്മിനീങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ അനുഗ്രഹമല്ല, ഒരു സൗഭാഗ്യമല്ല. അവന് വല്ല നന്മയും ഉണ്ടായാൽ ഇൻ അസ്വാബതുഹു സറാഉ ശകറ, ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ ക്ഷമിക്കും. അതേപോലെ തന്നെ വഅസാബതുഹു ളറ, അവനൊരു ളറുണ്ടായാലും ഒരു പ്രയാസം ഉണ്ടായാലും സബർ, അവൻ ക്ഷമിക്കും. ഒരു ഖൈർ ഉണ്ടായാലോ അവന് അല്ലാഹുവിന് നന്ദി കാണിക്കും. ഒരു സറാ ഉണ്ടായാൽ അവന് ശുക്ർ ചെയ്യും. ഒരു ളറുണ്ടായാലും ഷെറുണ്ടായാലും ഒരു പ്രയാസം ഉണ്ടായാൽ അവനതിൽ ക്ഷമിക്കുമെന്നാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യം അത്ഭുതമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ, അസുഖമുണ്ടാകും, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആദ്യത്തെ നിമിഷത്തിൽ ക്ഷമിക്കണം എന്നാണ്. ഒരു പ്രയാസം റിപ്പോർട്ട് ഇങ്ങോട്ട് വന്നു, എന്താ റിപ്പോർട്ട്? ക്യാൻസറാണ്. പണ്ടാറടങ്ങാം, ഇന്ന പടച്ചോനിപ്പോൾ ഇങ്ങനെയല്ല കുടുക്കിയത് എന്ന് നമ്മൾ പറഞ്ഞ് പിന്നെ നമ്മളൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം പിന്നെ വിളിച്ചവരോടൊക്കെ എന്താ അള്ളാൻ്റെ വിധിയല്ലേ, നമ്മൾ കീഴടങ്ങുക എന്നൊക്കെ ചിരിച്ചിട്ട് ആ ചെറിയ ആപ്പം വന്നിട്ട് കാര്യമില്ല. അതാദ്യം വരണം. അത് എല്ലാവർക്കും വരും, ക്ഷമ എല്ലാവർക്കും വരും. ഏതവിശ്വാസിയും കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കും. കാരണം വേറെ മാർഗ്ഗമല്ല, ക്ഷമിക്കല്ലാതെ. അപ്പോൾ സഹോദരൻ, അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂല് ഒരു സ്ത്രീ ബന്ധു മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ അലമുറട്ട് കരഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു, ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ദേഷ്യത്തിൽ, പറയണത് നബിയാണോന്ന് ആ സ്ത്രീക്ക് അറിയില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അനക്കായി നോക്കേണ്ടിയിരുന്നു. പറയാൻ നല്ല സുഖമാണല്ലോ, ക്ഷമിക്കണം കേട്ടോ എന്ന്. അനക്കായി നോക്കേണ്ടിയിരുന്നു ഇപ്പം മരിച്ചതെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഇത് നബിയാണ്. അപ്പോൾ ആ സ്ത്രീ മാപ്പ് ചോദിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ആ സ്ത്രീനോട് നബി പറഞ്ഞാൽ എന്താ അറിയോ, ക്ഷമ എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ആദ്യ നിമിഷത്തിലാണ്. പിന്നെ എല്ലാവരും ക്ഷമിക്കും. പിന്നെ റിപ്പോർട്ട് നോക്കിയിട്ട് വിളിച്ചോണ്ടൊക്കെ നമ്മൾ പറയും, പടച്ചോൻ്റെ വിധിയാണ്, ഞാൻ കീഴടങ്ങല്ലാതെ എന്താ ചെയ്യുക, പ്രാർത്ഥിക്കുന്നൊക്കെ പറയും. പക്ഷെ അത് ആദ്യം റിപ്പോർട്ട് കിട്ടുമ്പോൾ പറയാൻ പറ്റണം. അപ്പോൾ കുറേ ഞൊടിഞ്ഞറിഞ്ഞ് കണ്ട് ഇതിന് പടച്ചോൻ ഞങ്ങൾ ആക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വലിയ പടച്ചോൻ്റെ ആളായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യ നിമിഷം നമ്മൾ ക്ഷമിക്കണം. പരമോന്നതനായ അല്ലാഹുവിനെ പറ്റി നല്ലത് മാത്രം പറയാതെ, നന്മത് മാത്രം കരുതുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങളൊരാളും മരണപ്പെടരുതെന്നാണ്. അതുകൊണ്ട് മരിക്കുമ്പോഴും ആ ഒരു പ്രതീക്ഷ ഉണ്ടാണ്ട്, പടച്ചോനെ പറ്റി നല്ലൊരു വിചാരം. നിങ്ങൾ പടച്ചോനെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതാണ് പടച്ചോൻ. ഒരു രോഗിയായ ഒരാളെ നബി സന്ദർശിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കുറേ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നബി, നല്ല പേടിയുണ്ട്, എന്നാലും പടച്ചവൻ്റെ കാരുണ്യത്തിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. അങ്ങനെയാണ് വേണ്ടത്. തെറ്റുകൾ ചെയ്തു പോയാൽ നമുക്ക് പേടി വേണം, തൗബ ചെയ്യണം, പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ അല്ലാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം. അങ്ങനെ അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വിചാരത്തോടു കൂടെ മരണാസന്നനായ ഒരു യുവാവിൻ്റെ അടുക്കലേക്ക് നബി വന്നു എന്നാണ്. ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാബ്ബ വഹുവ ഫിൽ മൗത്ത് ഫഖാല കൈഫ തജിദു ഖാല വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണ്. അള്ളാഹുവാണ് സത്യം, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പാപങ്ങളെ ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. അതാണ് ഒരു വിശ്വാസിൻ്റെ ഒരു ഭയവും ഖൗഫും. ഒരു വിശ്വാസി എപ്പോഴും ഒരു പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലായിരിക്കുന്നതാണ്. തീരെ പേടിയില്ലാതാക്കാൻ പാടില്ല. ഒരു പേടി നമുക്ക് പടച്ചോനെ പറ്റി വേണം. എന്നാലോ പറ്റ പേടിച്ചുകൊണ്ട് ഒരു കാരുണ്യമില്ലാത്ത ആകെ കുടുങ്ങിയമാരി നിരാശനാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കോപത്തെ അതിജയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ, ആകാശത്തിൻ്റെ ഉച്ചിയോളം നിങ്ങൾ പാപം ചെയ്താലും അത് മുഴുവൻ പുറത്തു തരാൻ വിശാലമായ കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്നാണ്. പിശാചി പറയണ്ടേ, ഒരു മനുഷ്യൻ്റെ റൂഹ് ഓൻ്റെ മേത്ത് നിൽക്കുന്ന കാലത്തോളം ഞാൻ അവനെ പയപ്പിച്ച് തെറ്റ് ചെയ്യിപ്പിക്കുമെന്നാണ്. അപ്പോൾ പിശാചിനോട് അള്ള കൊടുത്ത മറുപടി എന്താ അറിയോ, എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്ന കാലത്തോളം ഞാൻ അവന് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും നിരാശ വേണ്ട. ചെയ്ത പാപങ്ങൾ പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു. എന്നാലും സഹോദരങ്ങളെ, നിരാശ കൊണ്ട് പടച്ചോൻ അകന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്രയും ഹദീസുകളാണ് ആ വിഷയത്തിലുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോൾ രോഗം ശക്തമായിരിക്കും, വേദന അതികഠിനമായിരിക്കും, മരണത്തെ ആഗ്രഹിച്ചു പോകുന്ന രോഗികളുണ്ട്. ചെല്ലുമ്പം മരിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണോ, കയ്യുലഞ്ഞ് സഹിച്ച് ഇല്ലാതായിക്കണം മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ.
അപ്പോൾ ഒരിക്കലും നമ്മൾ മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവനത് അനിവാര്യമാണെന്ന് തോന്നിയാൽ അവൻ ഇപ്രകാരം പറയാം, ശപിച്ചുകൊണ്ട് പറഞ്ഞത് കൊന്നുതരി എന്നല്ല പറയേണ്ടത്. അങ്ങനെ പറയണവരുണ്ട്, നിങ്ങളൊന്ന് കൊന്നുതരൂ ഡോക്ടറെ എന്ന് പറയണവരുണ്ട്. അനിവാര്യമാണെങ്കിൽ, അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് വരെ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അല്ലാഹുവേ, നന്മയാണ്, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നതിനാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ, മരിക്കുന്നതിനാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. അങ്ങനെ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നൊന്ന് കൊന്നേരി, ഇന്നൊന്ന് കൊന്നുണ്ട പടച്ചോനെ എന്ന രൂപത്തിൽ നമ്മൾ പ്രയാസം അതികഠിനമാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വരരുത് സഹോദരങ്ങൾ. ഇതൊക്കെ വരും, ഇതൊക്കെ എത്ര ക്ഷമയുള്ള ആളുകളാണെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹിനെപ്പറ്റി നല്ലൊരു വിശ്വാസം നല്ലൊരു വിചാരവും ഇല്ലെങ്കിൽ പ്രയാസം കൂടുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. ഒരു പരീക്ഷണത്തിന് നമ്മൾ ആഗ്രഹിച്ചു പോരുത്. ഇത് പ്രതിഫലം കൂടി കേട്ടിട്ട് പടച്ചോനെ എന്നെ നല്ലൊരു പരീക്ഷണത്തിൽ മരിപ്പിച്ചതെന്ന് പറയണ്ട. പരീക്ഷണത്തിന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു, ഒരുപക്ഷെ അത് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പരീക്ഷണം ആഗ്രഹിക്കരുത്. പക്ഷേ പരീക്ഷിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം. അതൊരിക്കലും മരണം ആഗ്രഹിച്ചുകൊണ്ട് ശാപമാക്കുച്ചരിച്ചുകൊണ്ട് നമ്മളൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മരണമാസന്നമായി എന്ന് ബോധ്യപ്പെട്ടാൽ പറയാൻ പറ്റൂല. ഏത് അസുഖത്തിലും നമ്മൾ മരിക്കാം, നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്. ആസ്പത്രി കൊണ്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് മരിച്ചു എന്ന് വിവരം വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അസുഖം എത്ര നിസ്സാരമാണെങ്കിലും അത് ഇപ്പോൾ പനി തന്നെ, പനി വായിച്ച എത്ര ആൾക്കാർ മരിച്ചിരിക്കണം. പനി വന്ന് കഴിഞ്ഞാണ് 3 മരിച്ചു എന്നേക്കാം. ക്ഷീണം വന്ന് കഴിഞ്ഞ് 3 അവിടെ ഇരുന്നു ആണ് കഴിഞ്ഞ് 3 മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമ്മൾ നിസ്സാരമായി കാണാം. ഞാൻ പറഞ്ഞത് ഗൗരവം എന്തിനാ വെച്ചാൽ മരിച്ചു എന്ന് പേടിച്ച് അറ്റാക്കായിട്ട് മരിച്ചാനല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടുന്ന് മരിക്കുമ്പോൾ കെലിമ ചൊല്ലി മരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ആ കലിമത്തു തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്. അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏത് പ്രയാസത്തിലും ഏത് അസുഖം വരുമ്പോഴും ഈ ഒരു അവസരം ഇത് അസുഖം മരണത്തിന് വേണ്ടിയുള്ള അസുഖമാണോ എന്ന് നമുക്കറിയില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ അസുഖത്തെയും നമ്മൾ ഗൗരവമായി കണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. വസിയത്ത് എഴുതി വെക്കണം. മരണാസന്നനായ ആളുകൾ, അസുഖം പിടിച്ച ആളുകൾ, അല്ലെങ്കിൽ ശയ്യാലംബരായി മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ അവർ ചെയ്യേണ്ട വസിയത്തുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എത്ര ഗൗരവമാണ്. ഒരു വസിയത്ത് ഒരാൾക്ക് ചെയ്യാനുണ്ടായിരിക്കുക. കടമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടമുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പറയണം. ഇന്ന കടമുണ്ട്, ഇന്ന പൈസ, ആ കടം എങ്ങനെ വീട്ടണം, അവിടെ എന്ന സ്ഥലത്തുള്ള ആ 12 സെൻറ്റ് വിറ്റിട്ട് ഇന്ന ആളുടെ കടം കൊടുക്കണം, ഒക്കെ കൃത്യമായി ചെയ്തേക്കണം. നാളെ അനന്തരാവകാശികൾ അതിൻ്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല. ആ സ്ഥലം വിൽക്കാൻ പറ്റില്ല, ഈ സ്ഥലം വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ കച്ചറ ഉണ്ടായിരുന്നു. ഏത് വിൽക്കണം, ഏത് കടം എങ്ങനെ വീട്ടണം, കടമുണ്ടെങ്കിൽ അതെങ്ങനെ വീട്ടണം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് മരിക്കാൻ ശ്രമിക്കണം സഹോദരങ്ങളെ. ഞാൻ അപ്പോഴൊന്നും മരിക്കൂല, എൻ്റെ വാപ്പ 99 മരിച്ച് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ വാപ്പിൻ്റെ വലിയാപ്പൊക്കെ നല്ല ആയുസുള്ളവരാണ്. എൻ്റെ അടുത്ത 99 വരെ പ്രതീക്ഷിക്കേണ്ടതാണ്. അതൊന്നുമില്ല സഹോദരങ്ങളെ. ചില ആൾക്കാർ ഒരാൾ വിളിച്ചിട്ട് നടന്നു ഫുള്ള് ബ്ലഡ് റിപ്പോർട്ടും കണ്ട് അയച്ചെന്നാണ്. എല്ലാം ഒരു കൊട്ടക്ക് റിപ്പോർട്ട്, ഇതൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വലുതാക്കി നോക്കണ്ടേ. അവിടെ ആൾക്കാർക്ക് ഇതിന് ഫോർവേഡ് ചെയ്താൽ മതി. അത് വിളിച്ചു തരാം ഡോക്ടർ, ഞാൻ എൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരാം. നമ്മൾ എന്നിട്ട് ഓരോ റിപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ചിലതിൻ്റെ ഒന്നും നോർമൽ ലാംഗ്വേജ് നമുക്കറിയുണ്ടാവില്ല. നമ്മളില്ല ഡോക്ടറല്ലേ. അപ്പോൾ അത് അപ്പുറത്തേക്ക് നോക്കണം, ഇങ്ങോട്ട് നീക്കണം, എന്നിട്ട് അത് നോക്കണം. അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും അസുഖമൊന്നുമില്ല അൽഹംദുലില്ലാ. വല്ല വണ്ടിയും കുത്താണ്ട മരിച്ചണോ നോക്കിക്കോണം, വണ്ടി കുത്തി മരിച്ചണോ ശ്രദ്ധിച്ചോ. കാരണം അങ്ങനെ പിന്നെ മരിച്ചുള്ളൂ. കാരണം മരിച്ചപ്പോൾ അതൊന്നും വേണ്ടല്ലോ. ഈ ഫാൻ തിരിഞ്ഞ് മേത്തേക്ക് ചാടിയാണ് ഇപ്പോൾ മരിച്ച. അവിടെ ഫാൻ തിരിയുണ്ടെങ്കിൽ മരിച്ചപ്പോൾ അതൊക്കെ മതി. ഇത് വലിയ കാരണങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പോൾ എല്ലാ റിപ്പോർട്ടും നോർമൽ ആൻജിയോഗ്രാം ചെയ്ത് നോർമൽ റിപ്പോർട്ട് ഇറങ്ങി പുറത്തെത്തിയാണ് പോയി കഴിഞ്ഞ് 3 മരിച്ചവരുണ്ട് ഇവിടെ. അപ്പോൾ ആൻജിയോഗ്രാം നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറയാം അറ്റാക്കുകൾ ചോദിച്ചു നോക്കി, ഇത് ഡോക്ടർ ഞാൻ അറ്റാക്ക് വരിച്ചു, അത് പറയാൻ പറ്റില്ല, ഇപ്പോൾ വരില്ല, ഇവിടെ തന്നെ ഇറങ്ങി എന്താണെന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ മുട്ട് മാറ്റുന്ന ആളാണ്. അപ്പോൾ ഒരു രോഗി എന്നോട് ചോദിച്ചു ഈ മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചു. ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്, 10-25 കൊല്ലമൊക്കെ നിൽക്കും, അമേരിക്കൻ്റെ ആണെന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും ആലോചിച്ചാണ്. ആ മനുഷ്യൻ ചോദിച്ച് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അയാൾ സ്ട്രോക്ക് വന്ന് മരിച്ച്. അപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ ഗ്യാരണ്ടി ചോദിച്ചതോട് ഈ കഥ പറഞ്ഞു കൊടുക്കല. മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടാവും, ഒട്ടാക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരൻ ഇത്ര ഉള്ളൂ നമ്മളെ കാര്യം. നമ്മൾ ഭയങ്കര ഗ്യാരണ്ടിയുള്ള വാച്ചും ഗ്യാരണ്ടിയുള്ള ഫോണും ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ പോയി ചോദിച്ചാൽ മാറ്റി കിട്ടുമോ, ഇത് റിപ്പയറിൻ്റെ ആ ചാർജ് ഫ്രീ ആണോ, എന്തൊക്കെയാണ് നമുക്ക് അറിയണ്ടേ. ഇത് ഉപയോഗിക്കണം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, ഒരു നിലയൊരു വിലയില്ല. ഒരു വീക്കിൻ്റെ ഇംഗ്ലീഷ് മാഗസിൻ്റെ വീക്കിൽ അതിൽ അമേരിക്കയിൽ ഒരു വലിയ ക്യാൻസറിൻ്റെ ഡോക്ടർ എല്ലാ ആഴ്ചയിലും പണ്ടൊക്കെ എഴുതിയിരുന്നു സ്ഥിരമായിട്ട്. ഒരു അനുഭവങ്ങൾ എഴുതും. അപ്പോൾ അതിൽ അമേരിക്കയിൽ ഏറ്റവും വലിയൊരു ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറിക്ക് ചെയ്യുന്നൊരു ഡോക്ടർ ക്യാൻസറായിട്ട് കിടക്കുകയാണ്. ഇയാളെ രോഗിയാണ്, ഈ ക്യാൻസർ ഡോക്ടറുടെ രോഗിയാണ് ഈ ബൈപ്പാസ് ചെയ്യുന്ന ഡോക്ടർ. അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും ഫേമസ് കാർഡിയോതൊറാസിക് സർജനാണ്. അയാളെ ഡേറ്റ് കിട്ടണമെങ്കിൽ 6 മാസം ചുരുങ്ങിയ വെയിറ്റിംഗ് ആണ്. ആ മനുഷ്യപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കണം, ഒരാഴ്ച കൊണ്ടൊക്കെ മരിച്ചു, ആ അവസ്ഥയിൽ കിടക്കാം. അപ്പോൾ മൂപ്പര് ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് മെയിൽ ചെയ്തേക്കാണ്. ഭാര്യ ഡൈവോഴ്സ് ചെയ്ത് പോയി, കാരണം കുട്ടികളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഭാര്യയ്ക്ക് ഇയാളെ നോക്കിയിട്ട് ഒത്തിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഭാര്യ ഈ അവസരത്തിൽ ഒഴിവാക്കി പോയി. ഞാനുള്ള ഒരു സഹോദരനാണ്, ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ മെയിൽ അയച്ചൊക്കെയാണ്.
ഓൻ ആകെ ഒരാഴ്ച ലീവുള്ളൂ. അപ്പോൾ ഓനിത് വരും വേണം, കാണും വേണം, മരിച്ചും വേണം, അടക്കും വേണം, പോവും വേണം. അതിന് കണക്കാക്കിയൊരു സമയമാകുമ്പോൾ പറയാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഏകദേശം സമയമായപ്പം മൂപ്പര് അറിയിച്ചു. അങ്ങനെ പിന്നെ വെറുതെ ഡോക്ടർക്കൊരാഗ്രഹം, ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ് കിടക്കണത്, എന്താണ് ഇപ്പോൾ അയാളെ ആസ്പത്രി വിളിച്ചാൽ എന്താണെന്ന് പറയാം. നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, വെറുതെ അറിയാത്ത മാതിരി അവിടേക്ക് ബുക്കിങ്ങിന് വിളിച്ചാൽ ആ ഡോക്ടർക്ക് ഒരു ബുക്കിംഗ് കിട്ടാനാണ് വിളിച്ചു നോക്കി. അപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞറിയോ, അതിനേക്കാൾ മിടുക്കനായൊരു ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തത്, ഓരെ കാണിച്ചാളി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ പോയാലേ ഇവിടെ ഈ ചട്ടിപ്പറമ്പ് അങ്ങാടിയിലെ ബ്ലോക്കിനൊന്നും ഒരു കുറവുണ്ടാവില്ല. നമ്മളാണ് പോവുക, അത്രേ ഉള്ളൂ. കൊച്ചി എയർപോർട്ടിൽ നാളെയും വിമാനം ഇറങ്ങും, നമ്മളുണ്ടാവില്ല എന്നുള്ളൂ ദുനിയാവിൽ. ആര് മരിച്ചാലും ആളെ പേര് പറഞ്ഞങ്ങനെ വിഷമം ഉണ്ടാക്കണ്ട. ഇനി വേറെ വലിയ ആൾ മരിച്ചാലും നാളെയും കൊച്ചിയിൽ വിമാനം ഇറങ്ങും. ഈ ചട്ടിപ്പറമ്പ് തിരക്കിലൊരു കുറവുണ്ടാവില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്. ആൾക്കാരെപ്പോഴും ചോദിക്കും, ഡോക്ടറെ മരിച്ചു പോയി എന്താണ് എൻ്റെ പ്രായമൊക്കെ, എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, ആരാ ഒൽക്കുണ്ടാകുകയെന്ന്. അങ്ങനല്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പല ആൾക്കാരും മരിച്ചു പോയിട്ട് പിന്നെ ബാക്കിയുള്ളൊരു നന്നായിക്കാണ്. പറഞ്ഞാൽ കേൾക്കാത്തൊരു മകൻ ഉണ്ടായിരുന്നു, ഓൻ ബാപ്പ മരിച്ചാരെ നന്നായി, ഓൻ ബാപ്പ മരിച്ചാരെ ഇനിയിപ്പോൾ ബാപ്പല്ലല്ലോ നന്നാണ്ട് ചോ നന്നായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ പോയാൽ മോശമാവുന്നു, മച്ചപ്പിടിക്കാരം. സങ്കടമൊക്കെ 1-2 ആഴ്ച ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആരും ആപ്പാൻ്റെ ഐഫോണൊന്നും കുപ്പിയിലിട്ട് ചില്ലിട്ടൊക്കില്ല. അതൊക്കെ മക്കളെടുത്ത് ഉപയോഗിക്കും, അല്ലെങ്കിൽ വിൽക്കും, കച്ചവടാക്കും. നമ്മളെ പെരയിൽ നമ്മളെ പറ്റി ചർച്ചയൊന്നും പിന്നെ ഉണ്ടാവില്ല. നഷ്ടം നമുക്ക് മാത്രമാണ് സഹോദരങ്ങളെ. അതാണ് ആലോചിക്കേണ്ടത്. നമ്മളോട് പിരിയുമ്പോൾ എൻ്റെ ഭാര്യ എന്താവും, മക്കളെന്താവും എന്നല്ല, നമ്മളെ ഖബറിലെ അവസ്ഥ എന്താവും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ചിന്ത അല്ലെങ്കിൽ സഹോദരങ്ങളെ നഷ്ടമാവും, ഈ ജീവിതം നഷ്ടമാവും. ഈ ജീവിതം ഇങ്ങനെ ഷോർട്സും റീൽസും മെസ്സിനെയും റൊണാൾഡോനെയും പറ്റി പറഞ്ഞാണ് തീരും. നമുക്കൊരു മെച്ചം കിട്ടില്ല. ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഈ ദുനിയാവുക്ക് വന്നത് പോകാൻ തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾ വന്നത്. ഒരു ക്രിസ്മസ് കഴിഞ്ഞു പോയി. എത്ര ആൾക്കാർ, ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുമ്പം കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ മഫ്തട്ട് പെൺകുട്ടികൾ സഹോദരന്മാരെ എന്താണ് ചുവന്ന കുപ്പായും വെള്ള പാൻറ്റും ഇട്ടുകൊണ്ടാണ് വരുന്നത്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പാൻറ്റും കുപ്പായും. വിശുദ്ധ ഖുർആനിലൊരു സൂറത്തുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, ഏകനാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവൻ പിതാവല്ല, പുത്രനല്ല. ആരോടാണ് സഹോദരങ്ങളെ ഇത് പറയുന്നത്? വെള്ളിയാഴ്ച അൽക്കഫോദാണ്. എന്താണ്? അള്ളാഹ്ക്കൊരു പുത്രനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് താക്കീത് ചെയ്യാൻ, അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്നാണ്. പിന്നെ എന്തിനീ കുല്ലല്ലാഹു ഓതുണ്? കുല്ലല്ലാഹു ഒരു വലിയ കൂലിയാണ്. കുല്ലല്ലാഹു ഓതുനാണ്. എന്താ കുല്ലല്ലാഹു? അള്ളാഹു പിതാവല്ല, അള്ളാഹു പുത്രനല്ല എന്ന് പറയാണ്. ആ അള്ളാഹ്ക്ക് ബത്ലഹേമിൽ ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് ക്രിസ്തുമസ്. എങ്ങനെ സഹോദരങ്ങളെ ഒരു വിശ്വാസിക്കത് പറ്റുക? ആകാശഭൂമികൾ വിറകൊള്ളു, പ്രകമ്പനം കൊള്ളുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്, ആകാശം പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്. വലിയൊരു ഗൗരവമുള്ള കാര്യമാണ് അവർ പറഞ്ഞത് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. അത് നമ്മളെ കുട്ടികൾ അറിവില്ലായ്മ കൊണ്ടാണ്, കുറ്റപ്പെടുത്തല്ല, പറഞ്ഞു കൊടുക്കേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് ഗൗരവം. നമ്മൾ വന്നത് ഇതിനല്ല, ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിനെ മാത്രം എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ? എന്താ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ? അള്ളാഹിനെ തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ സുബ്ഹാനല്ലാഹ് കുറേ ചെല്ലുണ്ടല്ലോ സഹോദരങ്ങളെ. എന്താണ്? അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്നാണ്. എന്താണ് അള്ളാഹിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനത? എന്താ സഹോദരങ്ങളെ? അള്ളാഹു പിതാവാണെന്ന് പറയുന്നവർ, അള്ളാഹു പുത്രനാണെന്ന് പറയുന്നവർ, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നവർ. അങ്ങനെ ആരോപണങ്ങളിൽ ഞാൻ എൻ്റെ റബ്ബിനെ പരിശുദ്ധനാക്കുന്നു എന്നാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്. അതിങ്ങനെ വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മളെ കുട്ടി ചോദിക്കുകയാണ്. ഇപ്പം ചെറിയ മക്കളൊക്കെ യൂട്യൂബ് കാണുകയാണ്, ഇംഗ്ലീഷ് ചാനലും വീഡിയോ ഒക്കെയാണ് കുട്ടികൾ കാണുന്നത്. ചെറിയ മക്കൾ കാണുന്നത് കുട്ടികളെ കാർട്ടൂണൊക്കെ ഇംഗ്ലീഷ് ചാനലും വീഡിയോ ആണ്. അതിലൊക്കെ ക്രിസ്മസും കേക്കും മരവും ഒക്കെയാണ്. രാവിലെ കുട്ടി വരിയിൽ ഇറങ്ങുമ്പോൾ ചോദിക്കുക, നിങ്ങൾ ബ്ലേറ്റ് കൊണ്ടുവരുമോ, ക്രിസ്മസ് ട്രീ കൊണ്ടുവരുമോ, ക്രിസ്മസ് കേക്ക് കൊണ്ടുവരുമോ ചോദിക്കുകയാണ്. എന്ത് പറയും സഹോദരങ്ങളെ? ഞാൻ കുട്ടിയോട് ചോദിച്ചു, അള്ളാഹ്ക്ക് മക്കളുണ്ട് ചോദിച്ചു. അപ്പോൾ എന്തായാലും അള്ളാഹ്ക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. അതെങ്കിലും നമ്മളെ കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സഹോദരൻ ഇത് പറഞ്ഞു കൊടുക്കണം, തിരുത്തണം, മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ ബാധ്യതയാണ്. അതിത് ഗൗരവം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനല്ല. അത് കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് 1,24,000 അമ്പിയാക്കന്മാരെ ഇങ്ങോട്ട് അയച്ചത്. അത് തൗഹീദ് ക്ലിയർ ആകണം. അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് മരിച്ചു പോയാൽ ഇവിടെ അങ്ങോട്ട് കാര്യം ഇടങ്ങേറായി. മരണത്തോടു കൂടി നമ്മളെ പ്രയാസം ആരംഭിക്കും. ആണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ആ ഒരു തൗഫീക്ക്, ആ ഒരു തൗഹീദിൽ ജീവിക്കാനുള്ള തൗഫീക്കാണ്. അത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യപ്പെടുക സഹോദരങ്ങളെ രോഗിയാവുമ്പോഴാണ്. എത്ര ആളുകളാണ് രോഗം, നമ്മൾ ആസ്പത്രിക്ക് രോഗികളെ പരിശോധിക്കാൻ ചെന്നാൽ കാണാം കൈജിമലൊരു കെട്ട്, അതിലും വലിയ കെട്ട് പുറത്ത്, ഇവിടെ ചെറിയൊരു കെട്ട്. ഇനി തുണി അയച്ചോക്കണ്ടേ വേറെ കെട്ട് കാണണമെങ്കിൽ? ഓപ്പറേഷനൊക്കെ അങ്ങോട്ട് കിടത്തുമ്പം ഓരോ കെട്ട്, ഓരോ സാധനങ്ങളെ കണ്ടൻസറും എന്തൊക്കെയാണ് അരയിലൊക്കെ ഉണ്ടാക്കുക എന്നറിയാം.
എന്താണ് സഹോദരങ്ങളെ, നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കിടത്തുമ്പം ഒരു കണ്ടൻസർ നമ്മളെ മേത്തില്ല എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഏറ്റവും വലിയ തൗഹീദ്. അള്ളാഹു എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത്? അല്ലാഹ് ഉണ്ടെന്ന് പറയാനല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി മക്കയിൽ വന്നത്. അതവർക്കറിയാമായിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന്, മഴ പെയ്യിക്കുന്നത് അള്ളാഹു ആണെന്ന്, ജീവിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു ആണെന്ന് അവർക്കറിയാമായിരുന്നു. പിന്നെ എന്താ അവർക്കറിയാത്തത്? പിന്നെ എന്തിനാണ് യുദ്ധം ഉണ്ടായത്, ബദർ ഉണ്ടായത്? അള്ളാഹു അല്ലാത്ത ആളുകൾ അവർ ശുപാർശ ചെയ്യുമെന്ന്, അവർ പടച്ചോൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന്. ലാത്ത പോലെ അന്ന് മുൻകാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ ഔലിയാക്കന്മാരായ ലാത്ത പോലത്തെ ആളുകൾ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും, ശുപാർശ ചെയ്യും പടച്ചോൻ്റെ അടുത്ത് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് ശിർക്കാണെന്ന് പറയാനാണ് മുഹമ്മദ് നബി വന്നത്. അല്ലാതെ ആകാശം ഉണ്ടാക്കിയത് പടച്ചോനാണ്, ഭൂമി ഉണ്ടാക്കിയത് പടച്ചോനാണ്, കാര്യങ്ങൾ നടത്തുന്നത് പടച്ചോനാണ്, മഴ പെയ്യിക്കുന്നത് പടച്ചോനാണ് എന്ന് പഠിപ്പിക്കാനല്ല മക്കയിൽ മുഹമ്മദ് നബി വന്നത്. അതാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. ആരാധനയുടെ സമ്പൂർണ്ണ അവകാശം അത് അല്ലാഹുവിനാണ്. അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല. അത് ജിന്നാകട്ടെ, ഇൻസാകട്ടെ, ജനിച്ചവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല. അല്ല, എന്തത്ര സംശയം? അതന്നെയാണ് തൗഹീദ്. അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അത് സഹോദരങ്ങളെ ചലഞ്ച് ചെയ്യപ്പെടും. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അമ്പുറം തങ്ങൾ സത്യമെന്ന് എങ്ങനെ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുക? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാണ് അത് ശിർക്കാണ്, അത് ശിർക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരല്. നേർച്ച അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പോൾ അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച തരാൻ പാടുള്ളൂ, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ അള്ളാഹുവിന് കഴിയുന്ന കാര്യം, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശിർക്ക്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അസുഖം മാറ്റാൻ കഴിയുക സഹോദരങ്ങളെ? ഒരസുഖം വരികയാണ്, നൂല് കെട്ടുകയാണ്, ഓരോ ജാറത്തുനിന്ന് മന്ത്രിച്ചൂതിയ നൂല് എല്ല് പൊട്ടി കിടക്കുകയാണ്, പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി വലിച്ചുമ്പം ഉമ്മ പറയാണ് യാവൂത്തങ്ങളെ കാക്കണേന്ന്. യാവൂത്തങ്ങളെ കാക്കണേൻ. ആരാണ് യാവൂത്തങ്ങൾ? ആ തിരൂര് 2 ജാറത്തിൽ ഡബിൾ ജാറത്തിൽ കിടക്കണ തങ്ങളാണ്. ആ തങ്ങൾ കാക്കോ സഹോദരങ്ങളെ. ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ പടച്ചോനെ വിളിച്ചിമാ, അള്ളാനെ വിളിച്ചി, ഒക്കെ നമ്മളെ ആൾക്കാരാണ്. അതും യാവൂത്തങ്ങളൊക്കെ ഒന്നാനൊക്കെ നമ്മളെ ആൾക്കാരാണ്. ഹോൾസെയിലാണ് അവർക്ക്. സഹോദരങ്ങളെ, ഒന്നാണോ? CM മടവൂർ വലിയുള്ള എന്ന് പറഞ്ഞ് അവരാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇവിടെ ആളുകൾ വിശ്വസിക്കാണ് CM മടവൂർ ലോകത്ത് നിയന്ത്രിക്കേണ്ട സഹോദരങ്ങളെ. അതാണ് അത് കുഫറും ഷിർക്കും തന്നെ. അതിലെന്താ പിന്നെ ഒരു സംശയമുള്ളത്? അള്ളാഹുവിന് മാത്രമേ നമുക്കൊരു ജീവിതത്തിൽ ഒരു ഖൈർ കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമ്മളെ ബാധിച്ച ഒരു ഷർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഒരു ജാറത്തിലെ വെള്ളത്തിനോ നൂലിനോ ചരടിനോ നെയ്യിനോ ഒരു പുതപ്പിനോ എൻ്റെ പ്രയാസം മാറ്റിത്തരാൻ കഴിയുകയില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അതാണ് തൗഹീദ്. പരീക്ഷിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ക്യാൻസർ വന്നു. ക്യാൻസർ റിപ്പോർട്ടായിട്ട് പെരീക്ക് പോകുക, ഫോൺ വരിക, 2 മക്കൾ ബൈക്കുമ്പോൾ, മൂത്തോനും ഇളയവനും ബൈക്കുമ്പോൾ ആക്സിഡൻ്റായി മരിച്ചു. എന്താ ആലോചിക്കുക? നമ്മൾ ക്യാൻസറിൻ്റെ റിപ്പോർട്ട് കിട്ടി ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഫോൺ വരികയാണ്, 2 മക്കൾ മരിച്ചു ആക്സിഡൻ്റായിട്ട്. അത് കേട്ട് പെണ്ണുങ്ങൾക്ക് പിരാന്തായി. അപ്പോഴാണ് അയൽവാസി പറയുന്നത് ഇതിങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കി, നിങ്ങൾ മുജാഹിദാനായിട്ടൊന്നും കാര്യമില്ല. പോകും സഹോദരങ്ങളെ, ആൾക്കാർ പോകുകയാണ്. അവിടെയാണ് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. പാടില്ല. എനിക്ക് ബാധിച്ച ഏത് ഷർറും അത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതാണ് ഈമാൻ കാര്യം. 6ാമത്തെ ഈമാൻ കാര്യം എന്താ? ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അവിടെ നമ്മൾ പതറാൻ പാടില്ല. എനിക്കുള്ള പരീക്ഷണമാണത്. എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, എന്നാൽ എനിക്കൊരു പരിഭവമില്ല. കാരണം എന്തായാലും ഇവിടുന്ന് പോകണം സഹോദരങ്ങളെ. ഇത് കുറച്ചാൾക്കാർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കുറച്ച് ആൾക്കാർ നേരത്തെ പോവും, കുറച്ച് ആൾക്കാർ പ്രയാസത്തിൽ പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ റബ്ബിനോട് സന്തോഷം വേണോ? സബ്ർ. ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം മുസീബത്ത് ബാധിച്ചാൽ. അപ്പോൾ സന്തോഷം കിട്ടാൻ അത് മാത്രമേ മാർഗുള്ളൂ. ആലോചിച്ച് തലപുണ്ണാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. പടച്ചോനോ നല്ലൊരു വിചാരത്തോടെ സ്നേഹത്തോടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് ആ പടച്ചോനെ ആൾക്കാരൊക്കെ പലപ്പോഴും ആൾക്ക് കയ്യൊക്കെ മുറിച്ച് കാണാൻ രോഗികൾ വരുന്നതാണ്. എന്താ പ്രശ്നം? ഭർത്താവ് ചീത്തറിഞ്ഞു, ഉമ്മ ചീത്തറിഞ്ഞ് ഞരമ്പുറിച്ച, മാപ്പിള ദേഷ്യപ്പെട്ടിന് ഞരമ്പുറിച്ച. എവിടെ സഹോദരങ്ങളെ നമുക്ക് പിഴവ് പറ്റിയത്? എന്താ ചോദിച്ചാൽ പറയാണ് മൂപ്പര് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ ചീത്ത പറഞ്ഞു എന്നെ. സഹോദരങ്ങളെ, ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട് മൂപ്പരെന്നറിയുന്നു. നമുക്ക് പിഴവ് പറ്റി. നിങ്ങൾ ആരെ സ്നേഹിക്കാൻ പാടുള്ളൂ? നിങ്ങൾക്ക് പെണ്ണുങ്ങളെയും മാപ്പിളിനെ അല്ല സ്നേഹിക്കേണ്ടത്. ലോകത്തിൽ ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹിനെയും റസൂലിനെയാണ്. നഷ്ടം ഉണ്ടാവില്ല. ആ സ്നേഹത്തിൽ നമുക്ക് നഷ്ടം വരില്ല. ഇതേമാതിരി ചീത്തറിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. നമ്മൾ സ്നേഹിച്ച ആൾ നമ്മളോട് പിണങ്ങിയാൽ നഷ്ടമില്ലേ? തെറ്റിപ്പോയാൽ നമുക്ക് വിഷമം വരൂലേ? അള്ളാഹിനെ റസൂലിനെ സ്നേഹിച്ചാൽ നഷ്ടം വരില്ല.
അതുകൊണ്ട് നമ്മളെ റൂട്ട് മാറിയതാണ് പ്രശ്നം. നമ്മൾ വേറെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹിനെ സ്നേഹിക്കണം, റസൂലിനെ സ്നേഹിക്കണം. പടച്ചോനാച്ചെങ്കിൽ ഇത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് വേറെ ആരാണ്? ഒരു പടച്ചോൻ. നമ്മൾ ഒരു ദിവസം ഫാത്തിഹയിൽ 17 പ്രാവശ്യമാണ് നമ്മൾ ഒരു ദിവസം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത്. 17 പ്രാവശ്യം, 1ഉം 2ഉം വട്ടമല്ല. ഓരോ ഫാത്തിഹയും പടച്ചോനോടുള്ള ഡയലോഗാണ്. ഒരു 17 വട്ടങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ. ഗൾഫിലുള്ള ആരെങ്കിലും ബാപ്പാനിമാനെയും വിളിച്ചിട്ടുണ്ടോ? 17 വട്ടം. കാമുകന്മാർ പോലും 17 വട്ടം വിളിച്ചിട്ടുണ്ടാവില്ല ഒരു ദിവസം. പിരാന്തോ. ഇത് 17 വട്ടാണ് പടച്ചോനോട് ഡയലോഗ് അടിച്ചത്. അതും ഒറ്റക്ക്. എല്ലാ പരിപാടി ഒഴിവാക്കിയിട്ട് പടച്ചോൻ്റെ മുമ്പിൽ പോയി വൃത്തിയായി നിന്നിട്ട് പടച്ചോനോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു, അർറഹ്മാനിർ റഹീം. അപ്പോൾ പടച്ചോൻ അർശിൻ്റെ മേലെന്ന് എന്താണ്? അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി. മാലിക് യൗമിദ്ദീൻ, അപ്പോൾ അല്ലാഹു അർശിന്ന് മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി. ഇതൊക്കെ ഈ പറയണത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞൂടെ? നിൽക്കുകയാണ് ഇവിടെ ഒരു ആരോഗ്യത്തിൽ ഒരു പ്രയാസമില്ല. എത്ര ആൾക്കാരാണ് കയ്യും കാലും പോയിട്ട് ഒരു ഭാഗം കുഴഞ്ഞിട്ട് അവിടെയും ഇവിടെയും പോയി ഉയിഞ്ഞ് കൊല്ലങ്ങളായി ഉയിഞ്ഞു കൊണ്ടിരിക്കണ്. ശരിയാണില്ല, എന്നാലും പ്രതീക്ഷയാണ് ഒന്ന് അവിടെ പോയി നോക്കാന്ന്. ഇതൊരു കേടുമില്ലാതെ അങ്ങനെ നിന്ന് കയ്യെട്ടി നിൽക്കുക. പിന്നെ എന്തേ? അൽഹംദുലില്ലാ അർറഹ്മാനിർ റഹീം. കാരുണ്യവാനാണ് പടച്ചോനെ. കാരുണ്യവാനും കരുണാനിധിയാണ് പടച്ചോൻ. അതാണ് അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കരുണാനിധി പറഞ്ഞ് അവസാനം കരുണാനിധിയുടെ കണ്ണാടെ ഓർമ്മയില്ല. റഹ്മാനും റഹീമും തന്നെ പറഞ്ഞാൽ മതി. അതാണ് പടച്ചോൻ. അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളൊരു പണിക്കാരൻ്റെ പെരയ്ക്ക് പണിക്കുളിച്ചിട്ട് നമ്മൾ ഏൽപ്പിച്ചു, ഇതായി മുന്നിലുള്ള ഈ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കൊരണം. എന്നിട്ട് നമ്മൾ പണിക്കോയി. കുറച്ച് എനിക്ക് നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചു ചോദിച്ചു, എന്തായി പണി എന്തായി? ഓനെന്താ കുറച്ച് ചെത്തിയിട്ട് അങ്ങനെ ഫോണുമ്പോൾ കളിച്ചിരിക്കുകയാണ്. ചായ ഒഴിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ കിട്ടാൻ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ്. നമ്മളൊരു മണിക്കൂർ ടെൻഷനായി, പൈസ കൊടുക്കണ്ടേ? ഒരു മണിക്കൂർ പിന്നെ വിളിച്ചു. ചായ വിളിച്ച് പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞു ചോറിന് കാത്തിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ചോറ് കഴിച്ചിട്ട് ഇപ്പം എന്തായി? ഉറങ്ങുകയാണ് പറഞ്ഞു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്തായി? ഉറങ്ങി 3 മണിക്ക് നീച്ച് കണ്ട് കുറച്ച് നേരം കൂടി കൊത്തിപ്പോൾ എത്ര? അതിൻ്റെ ആകെ ഒരു പകുതിൻ്റെ താഴെ കൊത്തു. ഒരാൾക്കുള്ള പണിയുള്ളൂ. അപ്പോൾ ഒരു 3-ലൊന്നൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ജോനോട് കൂലി കൊടുക്കുമ്പോൾ നാളെ വരണ്ടായിരുന്നു കേട്ടോ. എന്തേ ഇപ്പോൾ ഇത്? സഹോദരങ്ങളെ, പടച്ചോ നമ്മളിവിടെ നിയമിച്ച എന്തിനാണ്? അള്ളാനെ ആരാധിക്കാനാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം ഇവിടെ? ഈ പറഞ്ഞ മെസ്സിൻ്റെ റൊണാൾഡോൻ്റെ പോലീശ പറഞ്ഞ കുതിരക്കാണ്. പ്ലസും കെട്ടി അതിൻ്റെ ചർച്ച എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു പേജ് ഓതേ, ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മനസ്സ് തട്ടി പറയാം. എന്നിട്ടോ നമ്മളെ പടച്ചോ ഒരു വെള്ളം ബ്ലോക്കാക്കിക്കണോ? വായു ബ്ലോക്കാക്കിക്കണോ? നമ്മളൊരു ചങ്ങായി പണിക്കുളിച്ചിട്ട് മര്യാദയ്ക്ക് പണി കേട്ടോ അവനെ പറഞ്ഞയച്ചാൾ. അതാണ് നമ്മളെ കാരുണ്യം. അള്ളാൻ്റെ കാരുണ്യം നോക്കി നിങ്ങൾ. എന്ത് കാട്ടിയാലും വായു വെള്ളമൊക്കെ ഫ്രീയാ. പിടിച്ചക്കിടില്ലല്ലോ, ഒരു അദാബ് ഇറക്കണില്ലല്ലോ. അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ. അർറഹ്മാനിർ റഹീം എന്ന് മനസ്സിൽ തട്ടി പറയാൻ എന്താ ഒരു വിഷമം? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് പടച്ചോൻ. അത് വല്ലാത്തൊരു ഡയലോഗാണ്. കാരണം എന്താ പറയുക, എല്ലാവരും പോകും ഒറ്റക്കൊറ്റക്ക് റബ്ബിൻ്റെ മുമ്പ് കാണിച്ചു തരും. എല്ലാ തോന്നിയാസത്തിൻ്റെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. നമ്മളെ ഈ കാണുന്ന നമ്മളല്ല, നമ്മളെ പെണ്ണുങ്ങൾക്ക് അറിയാത്ത നമ്മളുണ്ട്, നമ്മളെ ബാപ്പാക്ക് അറിയാത്തൊരു മൈമുട്ടുണ്ട്. അത് പടച്ചോനറിയാം. അങ്ങോട്ട് കാണിച്ചു തരുന്ന ആളെ എൻ്റെ കോല നമുക്കറിയാം. അപ്പോഴോ അതൊക്കെ അറിയണ പടച്ചോൻ്റെ മുമ്പ് ഒരു വിചാരണക്ക് പോകാണ്ട് അവിടെ പടച്ചോൻ പലതും വിട്ടുവീഴ്ച. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം ഇങ്ങനെ 17 പ്രാവശ്യം ഈ ജാതി ഡയലോഗ് അടിക്കണേ. നമ്മൾ പടച്ചോനോട് വർത്താനം പറയണേ. ആ പടച്ചോൻ്റെ മുമ്പൊക്കെയാണ് നമുക്ക് ഇനി വിചാരണക്ക് പോകുള്ളത്. നമുക്ക് എത്ര സ്നേഹം ഉണ്ടാവും പടച്ചോനോട്. ഒരു ദിവസമെങ്കിലും ഈ ഒരു ഫാത്തിഹ ആത്മാർത്ഥമായിട്ടൊന്ന് ഓതിയെങ്കിൽ നമ്മളും പടച്ചോനും തമ്മിൽ എത്ര ബന്ധം ഉണ്ടാവും. ഇങ്ങനെ നിന്ന് പറയാണ് റബ്ബിനോട് അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനം. അന്ന് വേറെ ഒരു പരിപാടി നടക്കില്ല. അന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് എന്തെങ്കിലും കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാനോ എവിടെന്നെങ്കിലും വലിയ വക്കീലായിട്ട് ജാമ്യം എടുക്കാനോ ഒരാളെയും സഹായിക്കാത്ത, ഒരു ഫൈനടച്ചുകൊണ്ടോ ദണ്ഡം വെച്ചുകൊണ്ടോ ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്ത അതിശക്തമായ വിചാരണ. ലോകം ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച ദിവസം. നരകവും സ്വർഗവും ഹാജരാക്കിയിട്ട വിചാരണ. 3 ആൾ ആദ്യം ഡെമോക്ക് നരകത്ത് കണ്ട് എറി. എന്നിട്ട് വിചാരണ തുടങ്ങി തന്നെ. എറിയുന്ന ആൾക്കാർ ആരറിയോ? ഇങ്ങനെ തോന്നിയാസം കഴിച്ച് നടന്നവരല്ല, ഖുർആൻ പഠിച്ച ഹാഫിളാണ്. ആൾ പറക്ക നരകത്തേക്ക് ആദ്യം. എന്താ ഇപ്പോൾ നരകം? ജിഹാദ് പോയ ഷഹീദായി വന്ന ഒരാൾ അടുത്ത നരകത്തേക്ക് പോയത്. എന്താ ഇപ്പോൾ ആദ്യം 3 ആൾക്കാരെ നരകത്തേക്ക് കിട്ടും, എന്നിട്ട് തുടങ്ങിയ വിചാരണ. അപ്പോൾ എന്താ ഇപ്പോൾ പോയത്? ഒരു ഷഹീദായത് പടച്ചോന് ഷഹീദിൻ്റെ കൂലി തരണം വിചാരിച്ചിട്ടല്ല. ആൾക്കാരുടെ മുമ്പിൽ വില്ലാളി വീരനാണ്, യോദ്ധാവാണ്, നമ്മളാണ്, ഇസ്ലാമാന്ന് പറയാൻ വേണ്ടി പോയതാണ്. ഖുർആൻ പഠിച്ചോന് ആ ഖുർആൻ ആത്മാർത്ഥമായി പഠിച്ചത് റബ്ബിൻ്റെ തൃപ്തിക്ക് പഠിച്ചല്ല. ഓൻ സമൂഹത്തിന് നന്മ ഉണ്ടാകാൻ വേണ്ടി ഖുർആൻ പഠിച്ച ആളാണ്, അത് ഉപയോഗിച്ച ആളാണ്. ഓനൊക്കെയാണ് ആദ്യം പോവുക. അത് ഡെമോ നടന്നിട്ടാണ് പിന്നെ വിചാരണ തുടങ്ങുക. അത്രയും ശക്തമായൊരു വിചാരണ. ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റാത്ത ഏറ്റവും ഗൗരവപരമായ വിചാരണ നടക്കുന്ന ദിവസം. നിങ്ങളെ കോടതിയല്ല, സാക്ഷി തെളിവില്ലാത്ത കൊണ്ട് കൊലക്കേസ് പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള വിധിയല്ല അവിടെ വായിക്കുക. അവിടെ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. ഭൂമി സംസാരിക്കും, വായകൾക്ക് സീല് വെക്കും, കൈകൾ സംസാരിക്കും, സാക്ഷികൾ പറയും. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന, ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച വിചാരണ നടക്കാൻ പോകുന്നത്. ആ ഒരു റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നിട്ട് പറയണം മാലിക് യൗമിദ്ദീൻ,
ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുള്ളൂ. അപ്പോൾ പടച്ചവനോടൊന്ന് പറയും, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്, അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. എന്നിട്ടോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് തരണമെന്ന്. അതൊരു വാക്കാണ്. നിങ്ങൾ നോക്കി, ആ ഒരു വാക്ക് മാത്രം മതി, അതൊന്നും മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതി. ഒരു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എന്താണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് തരണേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളുടെ കാര്യങ്ങൾ, ആ യഥാർത്ഥ സിറാത്തുൽ തൗഹീദിൻ്റെ വഴിയിൽ നാക്കണം, അതിൽ നിലനിന്ന് ജീവിക്കാനുള്ളൊരു തൗഫീക്ക് തരണം, അതിൽ നിലനിന്ന് ഈമാനോടെ കാമിലായി മരിക്കാനുള്ളൊരു തൗഫീക്ക്. 3 കാര്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ ചോദിക്കുന്നത്. ശരിയായ മാർഗ്ഗത്തിലേക്ക് എനിക്ക് കാണിച്ചു തരണം, അതിൽ നിൽക്കാനുള്ളൊരു തൗഫീക്ക് തരണം. തൗഫീക്ക് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ ഇങ്ങനെ നിസ്കരിച്ചെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമല്ല. ബാങ്ക് കൊടുക്കണം, പള്ളിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണ്, വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, ഉമ്മ വീണു, നിങ്ങൾ വേൺ പൊരിഞ്ഞിപ്പോൾ നിസ്കരിച്ചാൽ നിൽക്കണ്ട, അപ്പോൾ ഞങ്ങൾക്കറിയാം നമ്മൾ ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ചത്, നിങ്ങളിപ്പോൾ നിസ്കരിച്ചാൽ നിൽക്കണ്ട, നമ്മുടെ കാല് തിരിഞ്ഞ് കിടക്കാന്നുള്ള ഒളിച്ച് കണ്ട് വേൺ പൊരി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ വക്തിന് പോകാൻ പറ്റില്ല, നമ്മൾ ഉമ്മാനെ കൊണ്ടുപോകണം, അതാണ് നമ്മളെ ബാധ്യത. പക്ഷേ ആ നേരത്ത് ഉമ്മ മുഖാതെക്കാളൊരു തൗഫീക്ക് വേണം. ആ തൗഫീക്ക് പടച്ചോനാ തരണ്ടേ. അവിടെ ഇറങ്ങുമ്പം ഒരു കസ്റ്റമർ വന്ന്, ഒരു വലിയ കസ്റ്റമറാണ്, പോകാൻ പറ്റാത്ത കോലായത്തിലായാൽ ലോക്കാക്കാൻ പടച്ചോന് കഴിയും. ആ ലോക്കവിടെ വരാതെക്കണമെങ്കിൽ പടച്ചോൻ്റെ തൗഫീക്ക് നിസ്കരിച്ചാണ് വേണം. പൈസ കൊടുക്കണം, കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ അത് കൊടുക്കാനുള്ളൊരു മനസ്സ് പടച്ചോൻ തരണം. ആ തൗഫീക്ക് തരണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ തൗഫീക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ശിർക്കിലും കുഫ്റിലായിട്ടാണ് മരിച്ചു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എല്ലാം നല്ല കോലത്തിൽ നിന്ന് അവസാനം ട്രാക്ക് മാറി മരിച്ചു പോവുക, അത് പാടില്ല. അവസാനം തൗഹീദിൽ മരിക്കും വേണം. ഈ 3 കാര്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ ചോദിക്കുന്നത്. അത് ആ മനസ്സിലാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചെല്ലുമ്പോൾ അത് മനസ്സിൽ വരണം. അങ്ങനത്തെ ഒരു പടച്ചോൻ്റെ മുമ്പ് നമുക്ക് വിചാരണക്ക് പോകാനുള്ളത്. ആ പടച്ചോനുകൾ ആ ഒരു ബന്ധം നമുക്ക് പടച്ചോനായിട്ടുണ്ടെങ്കിൽ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, എന്താണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു റൂട്ടല്ല, ഒരു ക്ലിയർ ഇല്ലാത്ത റൂട്ടല്ല. സിദ്ദീഖീങ്ങളും അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും പോയ റൂട്ടാണ്. ഇസ്ലാമിൻ്റെ രാജമാർഗ്ഗമാണ്. അത് വ്യക്തമാണ്. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ്. അതിലാണ് നമുക്ക് പോകാനുള്ളത്. അതിന് 2 കൂട്ടർ വഴി തെറ്റിപ്പോയിക്കണ്. ആരാണത്? ഒന്ന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതനുസരിച്ച് ജീവിക്കാതെ പോയവർ, അതാണ് ജൂതന്മാരെ ഉദാഹരണം പറഞ്ഞത്. ഒന്ന് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വഴി തെറ്റിപ്പോയവർ, അതാണ് ക്രിസ്ത്യാനികൾ. ഈ 2 കൂട്ടരിൽ ഇതിനെ പെടുത്തല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മളും മലക്കുകളും ഒന്നിച്ച് ആമീൻ പറയുമ്പം അർശിൽ നിന്ന് പടച്ചോൻ പറയും, എൻ്റെ അടിമ ചോദിച്ചതൊക്കെ അവനുണ്ട് എന്ന്. അപ്പോൾ ഇത് ചോദിക്കുമ്പം ഒരു ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിൽ തട്ടിയിട്ട് ചോദിക്കുക. ഇത് 17 വട്ടമാണ് ഒരു ദിവസം ചോദിക്കുന്നത്. അപ്പോൾ നമ്മളും പടച്ചോന് എത്ര ബന്ധമുണ്ടാവും. അപ്പം അങ്ങനെ പടച്ചോനെ അറിയാനും സ്നേഹിക്കാനും നമുക്ക് പറ്റണം. ആ ഒരു പടച്ചോനോടുള്ള അള്ളാഹുവിനോടുള്ള ആരാധനയാണ്. അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാറി ഈ നൂലും വെള്ളവും നെയ്യും തിരഞ്ഞ് ഒരു അസുഖം ബാധിക്കുമ്പം അജ്മീറിൽ പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും വറക്കത്തുള്ള സാധനം കൊണ്ടുവന്നാലേ എൻ്റെ അസുഖം മാറുള്ളൂ എന്ന് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കുക? ഈമാൻ കാര്യം 6-ാമത്തേത് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എനിക്കുണ്ടായ മുസീബത്ത് അത് തട്ടാൻ അത് മമ്പുറം ചാറത്ത് പോയാലേ പറ്റുള്ളൂ, അവിടുത്തെ തങ്ങൾ പാപ്പ വിചാരിച്ചാലേ പറ്റുള്ളൂ എന്ന് ഒരാൾ എങ്ങനെയാണ് വിചാരിക്കുക സഹോദരങ്ങളെ? അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ്. അതിൽ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് തൗഹീദിനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം തന്നെ ആ തൗഹീദിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇപ്പോൾ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആളുകൾക്ക് നമസ്കാരം പോലും ഉണ്ടാവില്ല. നമ്മൾ റൂമൊക്കെ ചെല്ലുമ്പം സിനിമ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാട്ട്, എന്തൊക്കെയാണ് അതിൽ കാണുന്നത് അതിങ്ങനെ കണ്ടെല്ലാവരും ഇരിക്കുക. വയസ്സായ അമ്മ അങ്ങോട്ടും തിരിഞ്ഞ് ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് ഉമ്മ ഉണ്ടാവും, തസ്ബീമാലയും പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും കൂടി ടി വി ഇട്ട് സിനിമ ഉണ്ടാവും. അല്ലെങ്കിൽ രോഗി തന്നെ സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ എന്തോ കാണുക. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോണുണ്ട്. എല്ലാവരും ഫോണിൽ കോമഡിയും വീഡിയോയും അങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അസുഖമായി കിടക്കുമ്പോഴും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മര്യാദയ്ക്കുള്ള സമയത്തെങ്കിലും ഓർത്തിട്ടില്ലെങ്കിലും ഈ ഒരു അസുഖം വരുമ്പോഴെങ്കിലും ഉണ്ടാവില്ല പടച്ചോനൊരു ഓർമ്മ ഉണ്ടാവുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാനുള്ളതാണ്. നിസ്കരിക്കണില്ല, കാരണം ചോദിച്ചാലോ? ട്യൂബ് ഇട്ടുകണ്, വെല്ല് പൊട്ടിയ മുറിയൊക്കെ ഉള്ളതിന് പ്ലാസ്റ്റർ ഇട്ടുകണ്, മുറിയുണ്ട്, ചോരുണ്ട്, നജസ്സുള്ളതുകൊണ്ടാണ് നിസ്കരിച്ചാത്തത്. എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിസ്കരിച്ച ഈ തുണിയിൽ ഈ ബെഡ്ഷീറ്റിൽ ആശുപത്രി കിടന്നിട്ട്? സഹോദരങ്ങളെ, അള്ളാഹിനെ ഓർക്കാനുള്ളതാണ് നിസ്കാരം. അതിൽ നിന്ന് ഒരാൾക്കും ഒഴിവില്ല. അള്ളാഹ് റസൂൽ പറഞ്ഞില്ലേ ആ എന്താണ് ജമാഅത്ത് നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആരൊക്കെയാണ് ഈ നേരത്ത് വീട്ടിൽ പള്ളിക്ക് വരാൻ നിൽക്കണമെന്ന് നോക്കിയിട്ട് അവരെ വീടൊക്കെ തീ കൊടുക്കാൻ ഞാൻ ആലോചിച്ചു പോയി. അത്രയും ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരത്തിന് പള്ളി പോകാതൊക്കെ. എന്നിട്ട് പള്ളിയിൽ മുകളിൽ മാത്രം രോഗിയായിട്ട് കിടക്കുമ്പോൾ നിസ്കരിച്ചാതൊക്കെ. എന്നിട്ട് അവസാനം 1 മാസത്തെ നിസ്കാരം അങ്ങനെ നിസ്കരിച്ച് തീർക്കുക. 5 അസർ 5 ലുഹറൊക്കെ നിസ്കരിച്ച്. അതെന്താ പരിപാടി? 5 ലുഹറും 5 അസറൊക്കെ നിസ്കരിച്ച ഡെയിലി. അതെന്താ വെച്ചാൽ കഴിഞ്ഞ മാസം ഞാൻ നിസ്കരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നമസ്കാരം എന്നുള്ളത് സമയബന്ധിതമായി അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. ലുഹറിൻ്റെ സമയത്ത് അള്ളാഹിനെ ഓർത്തിട്ടില്ലെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു 5 ലുഹർ നിസ്കരിച്ചിട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് മാസമുറ ഉണ്ടാവുമ്പം നമസ്കാരം നോമ്പും നഷ്ടപ്പെടുന്നുണ്ട്. നമസ്കാരം വീട്ടേണ്ടതില്ല, നോമ്പേ വീട്ടേണ്ടതുള്ളൂ. എന്തേ കാരണം നമസ്കാരം ആ സമയത്ത് ഓർക്കാനുള്ളതാണ്. അത് പിന്നെ 2 ലുഹർ നിസ്കരിച്ചിട്ട് കാര്യമല്ല.
അപ്പം അതുകൊണ്ട് ആ സമയത്ത് എങ്ങനെയാണോ കഴിയുക അങ്ങനെ നിർവഹിക്കണം. തേമ്മം ചോദിച്ചാൽ തേമ്മത്തിന് മണ്ണ് വേണം, നായി തൊടാത്ത മണ്ണ് വേണം, അത് കിണറ്റിൻ്റെ ഉള്ളിൽ മാന്തിയിട്ട് എടുക്കണം. എന്നാൽ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് ചെയ്യ്. നിങ്ങൾ നിസ്കരിച്ചിങ്ങൾ ഞാൻ അത് പറ്റൂലെങ്കിൽ തേമും പോലെ വൃത്തിയുള്ള സ്ഥലത്ത് തടവിയാൽ മതി. ഞാൻ അതും വേണ്ടെങ്കിൽ സാധാരണഗതിയിൽ വെള്ളം കിട്ടാത്ത പ്രശ്നം പെടല്ല, അവിടെ വെള്ളം കിട്ടും. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തോ ഈ ഇഞ്ചക്ഷനുള്ള ഭാഗത്ത് വെള്ളം തട്ടിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ നിങ്ങൾ ഒതുർത്തോളി, അവിടെ ഒതുവിൻ്റെ വെള്ളം കൊണ്ട് തടവിയാൽ മതി. ഇത് നിസ്കരിച്ചാതെക്കാൻ എന്ത് ലോജിക്കുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് രോഗിനെ കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ചോദിച്ചാൽ മതി, ഇന്നലെ വെറുതെ ചോദിച്ചാൽ മതി, നിസ്കരിച്ച് ചോദിച്ചാൽ മതി. ഇല്ല നിസ്കരിച്ചിട്ടില്ല, എന്തേ അതിപ്പോൾ ഇങ്ങനെ കിടക്കല്ലേ? ഒന്നിനും ഓൻ്റെ മെസ്സിനെ കാണുന്നതിനും ഓൻ്റെ യൂട്യൂബ് കോമഡി കാണുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല, നിസ്കരിച്ചാൽ പറ്റും. അത് നെജസാണ്. സഹോദരങ്ങൾ, എന്താണ് ഈ അവസ്ഥയിൽ മരിച്ചു പോയാലുള്ള സ്ഥിതി? എന്താണ്? ഉമ്മാൻ്റെ കാര്യം ഉമ്മ സുഖമില്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒന്നും ഉണ്ടാക്കി കൊടുക്കുമാക്ക്. ആസ്പത്രി ബില്ലടക്കാൻ മക്കൾ റെഡിയാണ്, മക്കൾ മത്സരമാണ്. സഹോദരങ്ങളെ, ഉമ്മാൻ്റെ നഷ്ടപ്പെട്ട ദുഹറിൻ്റെയും അസറിൻ്റെയും കാര്യത്തിൽ അതിലും കൂടി നമ്മൾ മത്സര ബുദ്ധി കാണിക്കണം. ഉമ്മാന് പറഞ്ഞു കൊടുത്ത് ഒന്നുണ്ടാക്കിച്ച് ബോധം ബുദ്ധി ഉണ്ടെങ്കിൽ ഉമ്മാനെ കൂടെ നമ്മൾ ചെയ്യിപ്പിക്കണം. അതിന് ഗൗരവം പറഞ്ഞു കൊടുക്കണം. സഹോദരൻ, അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അറിവില്ലായ്മ കൊണ്ടാണ്. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും ആൾക്കാർക്ക്. നമസ്കാരം എങ്ങനെ കൃത്യമായിട്ട് അതൊരു ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ ജിതല്ല ജോലി പറഞ്ഞേക്കുന്ന ആൾക്കാരെ അപഹസിക്കും പരിഹസിക്കല്ല ചെയ്യേണ്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടി അവരോടുള്ള സ്നേഹം കൊണ്ട് നല്ല രൂപത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തവരില്ല. അങ്ങനത്തെ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. അങ്ങനെ ദുൽമൊന്നും പാരും എടുക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. അറിവില്ലാത്ത അങ്ങനെ ഒരു ഗൗരവത്തിൽ അവർ ആ വിഷയത്തെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ കാണാൻ പോകുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കി. നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹനെ ഓർക്കേണ്ട, ഖുർആൻ ഓതേണ്ട സമയമാണ്. എത്ര ഖുർആൻ മൊബൈൽ യൂട്യൂബ് കാണുക വരെ നല്ല നല്ല കിറാത്ത് അതിട്ട് കേട്ടുകൂടെ സഹോദരൻ. എന്തുകൊണ്ടാണ് നമുക്ക് ഖുർആൻ കേൾക്കാൻ തോന്നാത്തത്? നമ്മൾ ഈ സംഗീതവും കേട്ട് ഈ ഹറാമും ആസ്വദിച്ചപ്പോൾ ഈ ഖുർആൻ ആസ്വദിക്കാനുള്ള നമ്മുടെ കഴിവ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതൊരു ശാപമാണ്. അതിന് കയറണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഈ ഹറാമുകൾ നിർത്തണം. സംഗീതമാകുന്ന ഹറാമുകൾ ആൾക്കാർക്കൊരു മടിയും, ഇതൊന്നും ഹറാമാണ് എന്ന് പോലും ആൾക്കാർ വിചാരിക്കണില്ല. ഈ ഒച്ചുള്ള പാട്ടും ഈ സംഗീതമൊക്കെ കേൾക്കുമ്പം അതിനൊന്നൊരു തെറ്റുണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നുന്നില്ല. അലി റളിയല്ലാഹുവിനൊക്കെ കടന്നു പോകുമ്പം ഒരു സംഗീത ടീം നടന്നു പോയപ്പം അലി റളിയല്ലാഹുവിന് ചെവി പൊത്തിന. എന്നിട്ട് കൂടെയുള്ള ആളോട് ചോദിച്ചു എന്നാണ്, അതിൻ്റെ ഒച്ചപ്പം കേൾക്കുന്നുണ്ടോന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെവിയിൽ നിന്ന് കൈയെടുത്തത്. അങ്ങനെയായിരുന്നു മുൻഗാമികൾ. നമ്മളെ ഉൾ പൊത്തി കിടക്കേണ്ടി വരും ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷെ എന്നാലുണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു വിഷമം. നമ്മൾ കൂടുള്ളവരോട് അടുത്തുള്ളവരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഈ ഹറാമായ സംഗീതങ്ങളും ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർക്ക് ഖുർആൻ താല്പര്യമില്ല. ഒരായത്ത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചോൻ്റെ കലാമാണ് ഖുർആൻ, സംസാരമാണ് ഖുർആൻ. അത് കേൾക്കുമ്പോണ്ടാവും ഒരു സന്തോഷം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഉബയ്യേ അനക്ക് സൂറത്തുൽ ബയ്യന ഓതിത്തരാൻ ഇന്നലെ പടച്ചോൻ പറഞ്ഞു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ജിബ്രീൽ വന്ന് പറയാണ്, ഉബയ്യിന് സൂറത്തുൽ ബയ്യന ഓതി കൊടുക്കണോട്ടെ മുഹമ്മദേ എന്ന് പറയണ പടച്ചോൻ. ഉബയ്യനെ വിളിച്ചിട്ട് പറയണം, ഉബയ്യേ അനക്ക് സൂറത്തുൽ ബയ്യന ഓതിത്തരാൻ വേണ്ടി പടച്ചോൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹുവിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ? അസമ്മാനി അള്ളൻ്റെ പേര് പറഞ്ഞു എന്നാണ്. കാരണം ഉബയ്യിന്ന് പറയണല്ലോ, ബയ്യന് ഓതി കൊടുക്കണം എന്ന് പടച്ചോൻ പറയണമെങ്കിൽ ഉബയ്യ് എന്നുള്ള പേര് പടച്ചോൻ പറയണല്ലോ. നമുക്ക് ഫേസ്ബുക്ക് നോക്കിയിട്ട് നമ്മളെ പേര് ആൾക്കാർ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് എത്ര ആൾക്കാർ ലൈക്ക് അടിച്ചിക്കണ്, എത്ര ആൾക്കാർ നമ്മളെ കമൻറ്റ് ചെയ്തിക്കണ്, അതിങ്ങനെ നോക്കും. പടച്ചോൻ ഇവിടെ പറയാം, അസമ്മാനി അള്ളൻ്റെ പേര് പറയാൻ പറഞ്ഞോ. അതൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടണം. ഇതൊക്കെ ഒരു തൽക്കാലമുള്ള ഒരു ജീവിതത്തിൻ്റെ വഞ്ചന മാത്രമാണ്. ഈ പളപളപ്പും ഈ സ്വത്തും സമ്പാദ്യവുമെല്ലാം ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കി, ഒരു 50 കൊല്ലം മുമ്പ് ഈ ഭാഗത്തുള്ള മുതലാളിമാരെ ലിസ്റ്റ് എടുക്കുക. ഇപ്പോഴുള്ള മുതലാളിമാരെ ലിസ്റ്റ് എടുക്കുക, ഒരൊറ്റ ഒന്നും ഇപ്പം ഉണ്ടാവില്ല. പണ്ട് എന്തിനാ നമ്മളിപ്പോൾ ആലോചിച്ചത്? നമ്മൾ കുറച്ച് മുമ്പ് വരെ വലിയ മുതലാളി ആരായിരുന്നു? അംബാനിയായിരുന്നു. ഇപ്പം അദാനിയാണ്. അംബാനി താഴത്തേക്കെത്തി. അത്രയുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. ഇതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പടച്ചോം കുറച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ സ്വത്ത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ആൾക്കാരെ കുറച്ച് കാലത്ത് ഇങ്ങനെ ഏൽപ്പിക്കും. എന്നിട്ട് കുറച്ച് അവിടെ കൊടുത്തു നോക്കും, അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ കൊടുത്തു നോക്കും. എന്താ കാട്ടണത്? അത്രയുള്ളൂ. കൈകാര്യം ചെയ്യാനുള്ളൊരു പരീക്ഷണം മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മളെ ആൾക്കാർ പറയും ഇതൊക്കെ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. കുറേ ആൾക്കാർ ഇവിടെ ചോര നീരാക്കി മരിച്ചു പോയിക്കണം, ഓരോന്നും കൊണ്ടേറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരനെ, ഇത് വെറും ഒരു പരീക്ഷണമാണ്. എങ്ങനെ പെരുമാറുന്നു, ഒരു പരീക്ഷണവും ഒരു സൗഖ്യവും ഒരു പ്രയാസമൊക്കെ വരുമ്പം എൻ്റെ അടിമ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമാണ് ഈ ജീവിതത്തിലൂടെ ചെയ്യുന്നത് എന്ന ശരിയായ തിരിച്ചറിവ് അതുണ്ടായിട്ട് ആ പടച്ചോനെ ആരാധിച്ച് പടച്ചോനോട് മാത്രം പ്രാർത്ഥിച്ച് ഇവിടെ നിന്നാണ് പോകാൻ കഴിയണം. അതുകൊണ്ട് അതിൽ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത് രോഗികളാവുമ്പം കൂടുതൽ വേണം. നമ്മൾ ഖുർആൻ ഓതണം, ചികിത്സിക്കണം. ചില ആൾക്കാർ ചികിത്സ തന്നെ എടുക്കൂല, അത് പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാണ് ചികിത്സ, എല്ലാ അസുഖത്തിനും ചികിത്സ ഉണ്ട്. അത് ഇന്ന ചികിത്സ മെച്ചാണെന്നല്ല.
ഷുഗറിനാണോ ചികിത്സിക്കുന്നത്? അത് ഷുഗർ നോക്കുമ്പോൾ കുറയണം. ചില ആൾക്കാരുണ്ട് ഷുഗറിന് അത് പല ചികിത്സ എടുക്കും. എന്നിട്ട് ചോദിച്ചാൽ അതൊക്കെ ഹലാലാണോ ചോദിക്കും. ഞാൻ പറയും ഷിർക്കല്ലാത്തതും ഹറാമല്ലാത്തതൊക്കെ ഹലാലാണ് ദീനിൽ. ഏത് ചികിത്സ നിങ്ങൾക്ക് എടുക്കാം. ഹറാമോണ്ട് ചികിത്സിക്കരുത്, ഷിർക്കോണ്ടും ബിദ്അത്തോണ്ടും ചികിത്സിക്കരുത്. പക്ഷേ ഷുഗറിന് ചികിത്സിക്കുകയാണെങ്കിൽ എന്ത് വേണം? ഷുഗർ നോക്കുമ്പോൾ ഷുഗർ കുറയണം. അല്ലാതെ ഷുഗർ 500 ഞാൻ ചികിത്സ എടുക്കേണ്ടത് കാര്യമല്ല. ചില ആൾക്കാർ ഞാൻ അവിടുന്ന് പച്ചമരുന്ന് കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഷുഗർ എത്ര? ഷുഗർ ഇപ്പോൾ 300. പക്ഷേ ഇക്കൊരു കുഴപ്പമില്ല, ഇച്ചിരി കുഴപ്പമില്ല, 300ആണ്. കുഴപ്പം ഇപ്പോൾ വരില്ല, കുഴപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ പിന്നെ ഒന്നും കഴിയൂല. അപ്പോൾ പിന്നെ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ആൾക്കാർ ഈ ഷുഗറൊക്കെ ചികിത്സിച്ചിട്ട് മരുന്ന് കുടിച്ചാൽ പറഞ്ഞാൽ കുടിച്ചൂല. ഈ 10 ദിവസത്തെ ഗുളി കൊണ്ടാൽ 20 ദിവസത്തിന് കുടിച്ചു. അങ്ങനെ കണ്ടാൽ ഞങ്ങളിപ്പോൾ കല്യാണത്തിനൊക്കെ ചെന്നാൽ അജ്ജ ഏതാ ഗുളി കുടിച്ചു? ഞാൻ 500ൻ്റെ ഒരു ഗുളികയാണ്. ഞാൻ ഇച്ചിപ്പോൾ 2 മില്ലിൻ്റെ ഗുളികയാണ്. 500ൻ്റെ ഗുളിക. എന്നിട്ട് ഓന്നിട്ട് 250 തന്നെ ആക്കുക. എന്നിട്ട് മര്യാദയ്ക്ക് കുടിച്ചാൽ അതൊക്കെ ഡോസ് കുറച്ച് കുടിക്കുക. എന്നിട്ട് ഷുഗർ കൺട്രോൾ ആവില്ല. എന്നിട്ട് കുറേ കാലം മര്യാദയ്ക്ക് ഷുഗറൊന്നും കൺട്രോൾ ആകാതെ നടന്ന് അവസാനം കണ്ണിന് കാഴ്ച പോയി, കിഡ്നി പോയി, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് എന്ന് കഴിഞ്ഞിട്ട് കൂടി പിന്നെ അവൻ പറയാം ഇനി ഡോക്ടർ ഇനി ഇൻസുലിനെ മാർഗുള്ളൂ പറയും. എന്നിട്ട് ഇൻസുലിൻ എടുക്കും. അപ്പോൾ പിന്നെ പറ്റ താവാനായിട്ടുണ്ടാവും. അപ്പത്തിന് ഗൾഫിൽ നിന്നൊക്കെ പോകുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെ കാണാൻ വരുന്നവരോടൊക്കെ പറയും അതെത്താ ഇൻസുലിൻ ആക്കിയാൽ എൻ്റെ പറ്റൽ കഴിഞ്ഞു പറയും. ഉച്ച മുഴുവൻ ഇൻസുലിനാണ്. ഇത്രയും കാലം ആർമാദിച്ചിൻ്റെ ഇതാണ് അവന് കിട്ടിയത്. അപ്പോൾ അതും അതിന് കുറ്റമല്ല, കുറ്റ മുഴുവൻ ഇൻസുലിന്. കാരണം അവസാനം ഇൻസുലിനാണല്ലോ വെച്ച്. അപ്പോൾ ഞാൻ അമ്മായിൻ്റെ വരിക്ക് പോകുമ്പോൾ എന്നെ പാമ്പ് പിടിച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ ഞാൻ ആളുകൾ പറയാം ഞാൻ ഒരു അമ്മായിൻ്റെ വരിക്ക് വരുന്നത് പാമ്പ് പിടിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ കോലം? സംഭവം ശരിയാണ്. അമ്മായിൻ്റെ വരിക്ക് പോയപ്പോഴാണ് പാമ്പ് പിടിച്ച്. അയ്യച്ചൻ അമ്മായിൻ്റെ വരിക്ക് പോകണ്ടാറിട്ട് കാര്യമുണ്ടോ? എത്രമാനം ആൾക്കാർ ഇവിടെ റോട്ടിൽ ആക്സിഡൻ്റായി മരിച്ചിട്ടുണ്ട്. ഒരു ദിവസങ്ങൾ പേപ്പർ എടുത്ത് നോക്കി. എന്നിട്ട് ആരെങ്കിലും റോട്ടിൽ ഇറങ്ങാതൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് പോകും, ശ്രദ്ധിച്ച് പോകണം. അപ്പോൾ അതത്രേ ഉള്ളൂ. നമ്മൾ പടച്ചോനെ തവക്കലാക്കി എടുക്കേണ്ട ചികിത്സ എടുക്കുക. രോഗം മാറ്റുന്നത് പടച്ചോനാണ്. അതാണ് നമ്മൾ ഏറ്റവും ഒരു വിശ്വാസി. ഏത് ചികിത്സ ഹലാലായതിരിക്കുകയാണെങ്കിലും അസുഖം മാറ്റുന്നത് പടച്ചോനാണ്. ശിർക്ക് ബിദ്അത്ത് വരരുത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്, തമാശല്ല. ഞാൻ ഒരു ഉമ്മാനെ ഓപ്പറേഷന് കയറ്റി കിടത്തിയേക്കാം. ഉമ്മ അങ്ങനെ ബറക്കുക. അപ്പം ഉമ്മ അങ്ങനെ ബറക്കണ്ടപ്പോൾ ഈ പയ്യന്മാർക്കൊക്കെ ഈ യാസീൻ ഇട്ട് കൊടുത്താൽ ഭയങ്കര സമാധാനമാണ്. ഒരു മരിപ്പായ ഒരു യാസീൻ ഓതില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു യാസീൻ ഇട്ടേരായിരുന്നു. അപ്പോൾ അങ്ങനെ യാസീനൊക്കെ ഇട്ട് ഉറക്കനെ അങ്ങനെ മൊബൈലിൽ ഇട്ട് കൊടുത്തേക്കാം. അമ്മ അങ്ങനെ സമാധാനത്തിൽ വറയൊക്കെ മാറി. യാസീനൊരു 10 മിനിറ്റ് മൈലേജ് ഇട്ടുള്ളൂ. കാരണം ചെറിയ സൂറത്തല്ലേ. മലക്കൂത്ത് കുല്ലി ചെയ്യും വൈലേഹി തുറച്ചവൂ എന്നാണ് പറഞ്ഞോടുകൂടി ഉമ്മ എൻ്റെ നിന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് എൻ്റെ അമ്മ നാരിയ സ്വലാത്ത് ഉണ്ടോ വെച്ച് ഉമ്മ റേഞ്ചിക്കണ് വന്ന അപ്പളാണ്. അപ്പം അമ്മ നാരിയ സ്വലാത്തോ? നമുക്ക് ഖുർആനല്ല അമ്മ അത്. ഇനി സൂറത്ത് സോഫാത്തല്ല അപ്പം ഞാൻ അടുത്ത് ഓതുക. അപ്പോൾ ഖുർആനല്ല നാരിയ സ്വലാത്തിനേക്കാൾ നല്ലത് ചോദിച്ചപ്പോൾ അമ്മ പറയണേ രണ്ടും ഒന്ന് തന്നെടാ. ഇതാണ് ഇവിടുത്തെ ആൾക്കാരെ വിശ്വാസം. നാരിയ സ്വലാത്തും ഖുർആനും ഒന്നാണ്. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഒരാൾക്ക് പറഞ്ഞെടുത്തപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരാളിനോട് ചോദിച്ചാൽ കഴിഞ്ഞിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചാൽ അല്ലപ്പോൾ നാരിയ സ്വലാത്തിന് എന്താ കുഴപ്പം? സഹോദരന്മാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ദീന് എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ പറയണം, ഇത് കേൾക്കണവർ മുഴുവൻ ശ്രദ്ധിക്കുക. ദീന് എന്ന് പറഞ്ഞാൽ അത് അള്ളി റസൂൽ ഉണ്ടാക്കിയതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. നമുക്കതിലൊന്നും ഉണ്ടാക്കാനുള്ള അനുവാദമല്ല. അത് ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും നായത്തിറങ്ങി. ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഞാൻ അതിക്ക് കൂട്ടാനും കുറക്കാനൊന്നുമില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഖുർആൻ ആയത്താണ്. അള്ളീം മലക്കുകളും ഒക്കെ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും സലാത്തും സലാമും ചൊല്ലിക്കൊള്ളി എന്നാണ് ആയത്താണ്. സലാത്തും സലാമും ചെല്ലാൻ അള്ളാഹ് കൽപ്പിച്ചതാണ്. സലാത്ത് ചെല്ലേണ്ടത് തന്നെയാണ്, ഒരു തെറ്റുലയിൽ കൂലിയുള്ള കാര്യമാണ്. ഖുർആൻ്റെ കൽപ്പന, പടച്ചോൻ്റെ കൽപ്പന. അപ്പം സഹാബത്ത് ചോദിക്കണ് സലാത്തും സലാമും ചെല്ലാനാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. സലാം ചെല്ലാൻ ഞങ്ങൾക്കറിയാം. നബിൻ്റെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നവർ പറയലുണ്ട്. പക്ഷേ ഈ സലാത്ത് എങ്ങനെ ചെല്ലൽ വെച്ചു? അപ്പോൾ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കണ് ഇബ്രാഹീമി സ്വലാത്ത്. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹീമി സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹ് ഖുർആനിൽ നിങ്ങൾ സലാത്ത് ചെല്ലണമെന്ന് കൽപ്പിച്ചപ്പം സഹാബത്ത് ചോദിക്കണ് എങ്ങനെ സലാത്ത് ചെല്ലേണ്ടത് എന്ന്. അപ്പോൾ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത. നമ്മൾ ചെല്ലണ സലാത്ത്. അപ്പം എങ്ങനെ സലാത്ത് ചെല്ലേണ്ടത്? അത് പഠിച്ചൊരാൾ പിന്നെ നാരിയ സലാത്താണോ പിന്നെ ചെല്ലേണ്ടത്? എങ്ങനെ സലാത്ത് ചെല്ലേണ്ടതെന്ന് സഹാബിയാൾ ചോദിച്ചപ്പം അള്ളാൻ്റെ റസൂൽ പറയാണ് ഇങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്. അപ്പം അങ്ങനെയാണ് സലാത്തില്ലേണ്ടത്. നമുക്ക് തോന്നണ മാതിരിയല്ല സലാത്തില്ലേണ്ടത്. എന്നിട്ടോ ഇത് 4444 വട്ടം ഓതണം. എന്തെങ്കിലും പരിയിലൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ വിഷമം ഉണ്ടാവും. എന്നാൽ റസൂല് വന്നിട്ട് ഈ സലാത്തിൽ റസൂലിനോടാണ് പറയണത് റസൂലേജ് വിഷമം മാറ്റിത്തരണേന്ന്, പ്രയാസം നീക്കി തരണേ. നബിയെ സ്വന്തം ജീവിതത്തിൽ ഇത്രയും വിഷമം ഉണ്ടായിരുന്നു നബി വേറെ ഉണ്ടായിണ്ടാവില്ല. ആ വിഷമം നീക്കാൻ പോലും നബിക്ക് പറ്റിയിട്ടില്ല. ഫാത്തിമനോട് റളിയല്ലാഹു അൻഹയോട് പറയണം, മകളോട് പറയാണ് എന്താണ് ഫാത്തിമ നീ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം കേട്ടോ. ബാപ്പാക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ എന്ന്. ബാപ്പാക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല മോളെ, എൻ്റെ നഫ്സിനെ ഈ നരകത്തിൽ നിന്ന് കാത്തോന്ന് മുത്തുമകള് ഫാത്തിമ ബീവിനോട് അള്ളാൻ റസൂൽ പറയാണ്. അള്ളാൻ റസൂൽ പറയാം കയ്യൂല ഫാത്തിമാനെ രക്ഷപ്പെടുത്താൻ അള്ളാൻ റസൂലിൻ്റെ കാര്യം. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പരിയിലായിട്ട് അങ്ങേറ് നബി നിവർത്തി തരുന്ന സഹോദരങ്ങളെ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഖുർആൻ ആയത്താണ്. അബൂ ത്വാലിബ്, ഞാൻ നേരത്തെ പറഞ്ഞു, അബൂ ത്വാലിബ് 8ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബിനെ ഏറ്റെടുത്ത മനുഷ്യനാണ് അബൂ ത്വാലിബ്.
നബിക്കും വേണ്ടിയാണ് ജീവിച്ചത്. എല്ലാ പ്രയാസവും വിഷമവും ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് ഇങ്ങനെ മരണാശയ്യയിൽ കിടക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര ആഗ്രഹം ഉണ്ടെന്നറിയോ, ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന്. കലിമ ചെല്ലാണ്ട് മരിച്ചുപോയി, നബിക്ക് സങ്കടമായി. ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ട ആൾക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് പറ്റൂല നബിയെന്ന്. അങ്ങനത്തെ നബി എങ്ങനെ നിങ്ങളെ ഹിദായത്തിലാക്കി തരുന്നത്? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? അതല്ല ഉദ്ദേശം. നബി ഇങ്ങനെ നല്ലൊരു ഹിദായത്ത് കൊണ്ടുവന്നു, അപ്പോൾ നമ്മൾ അതിങ്ങനെ പിൻപറ്റുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് സലാത്തിലേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ സലാത്ത് ചെല്ലാൻ കൃത്യം അതാണ് ചോദിച്ചു. ഈ ചോദ്യം തന്നെ എന്തിനാ, എന്താ അതിൽ കുഴപ്പമെന്ന്? ഇങ്ങനെ ചെല്ലിയാൽ മതി നബി പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചെല്ലും, ഞങ്ങൾ ഇങ്ങനെ ചെല്ലും, അതിലെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ പിന്നെ എന്താ ദീന് പറഞ്ഞാൽ? ദീന് കൃത്യമായിട്ട് പഠിക്കണം. അതാണ് സലഫി മൻഹജ് എന്ന് പറഞ്ഞത്. ആയത്തും ഹദീസും എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹിൻ്റെ റസൂൽ ഓതിക്കൊടുത്തു, അവർക്ക് ഓതിക്കൊടുത്തു, അവർ മാറി, അവർ റസൂലിൽ നിന്ന് പഠിച്ചു, ദീൻ പഠിച്ചു. അപ്പം എങ്ങനെയാണ് ആ ആയത്ത് റസൂൽ പഠിപ്പിച്ചത്? ആ ആയത്ത് ഓതിക്കൊടുത്തപ്പം അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്? അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അന്നോല് മനസ്സിലാക്കാത്തൊരു കാര്യം ഈ ആയത്തൊന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പറ്റൂല. അതാണ് മൻഹജ് എന്ന് പറഞ്ഞാൽ. മൻഹജ് എന്ന് പറഞ്ഞാൽ അതാണ്. ആയത്തും ഹദീസും വ്യാഖ്യാനിക്കേണ്ടവർ അത് കേട്ടവരാണ്, കേട്ടവരാണ്. അവർക്കാണ് ഇറങ്ങിയത്, അവരാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ. അവർ പറഞ്ഞതിന് വിരുദ്ധമായി ആയത്തിന് നമുക്ക് അർത്ഥം വെക്കാൻ പറ്റൂല, ആ ഹദീസിനെ നമ്മൾ വിശദീകരിക്കാൻ പറ്റൂല. അവരെങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ ഉൾക്കൊണ്ടു, അവരെങ്ങനെ അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുത്തു. നോക്കി, 1400 വർഷമായിട്ട് ഖുർആനും ഹദീസും തലമുറകളിലൂടെ, സനദുകളിലൂടെ വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ ഇവിടെ നിലനിൽക്കണം. ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ ചില ആൾക്കാർ. ഹദീസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞ് കേട്ടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിക്കാതെ സഹോദരങ്ങളെ അങ്ങനെ പറയാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരു പെണ്ണ് പറയാണ് പുരികം പ്ലക്ക് ചെയ്യൽ ഹറാമാണ്. പുരികം ഇങ്ങനെ ട്രിമ്മാക്കുക, അവർ പ്ലക്ക് ചെയ്യലൊക്കെ ഉണ്ടല്ലോ, അത് പാടില്ല, ഹറാമാണ്. അപ്പോൾ അതിന് തെളിവെന്താ വെച്ചാൽ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയാണ് ഖുർആനിലുണ്ട്. ആ സ്ത്രീ പറയാണ് ഖുർആൻ ഞാൻ പലതവണ ഓതിയിട്ടുണ്ട്, അതിലങ്ങനെ ഒരു ആയത്തില്ല, ഇത് പുരികം ഷെയ്പ്പാക്കരുത് ഖുർആനിലുണ്ടാ. അപ്പോൾ ഇബ്നു മസ്ഊദ് ഓതി കൊടുക്കുകയാണ്, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അത് റസൂൽ ഹദീസിൽ പറഞ്ഞതാണ് ചെയ്യരുത്, പക്ഷേ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലിനെ അനുസരിക്കണം. ഖുർആൻ സ്വീകരിക്കാതെ നിങ്ങൾ എങ്ങനെ സഹോദരങ്ങളെ നോൽമ്പോൽക്ക് എങ്ങനെ നിസ്കരിച്ച? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു നിസ്കാരം ഇവിടെ ഖുർആനിലുള്ളത്. നിസ്കരിക്കണം, നേരണ്ട്, പടച്ചോൻ ഓർക്കണം എന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ ആ രൂപം കോലൊക്കെ പറഞ്ഞോ ഇല്ല. അതുകൊണ്ട് ഖുർആൻ മാത്രം സ്വീകരിച്ച് നിസ്കരിക്കാൻ പറ്റൂല. ഖുർആനും ഹദീസുമാണ് ഈ ദീൻ എന്നുള്ളത്. അത് വഹിയാണ്, രണ്ടും വഹിയാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതിൻ്റെ ആയത്ത് സൂറത്തുൽ നജ്മിലെ ആയത്തിൻ്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കി. ഹദീസ് വഹിയാണ്, സഹീഹായ ഹദീസ് വഹിയാണ്, അതിൽ സംശയമല്ല. അത് നബി തോന്നിയത് വിളിച്ച് പറഞ്ഞല്ല, അള്ളാഹ് പറയിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് എന്താണ് നാരിയ സ്വലാത്തിന് കുഴപ്പമെന്ന് ചോദിച്ചാൽ, നാരിയ സ്വലാത്ത് ചെല്ലാൻ നബി പറഞ്ഞിട്ടില്ല. അത് ഇവിടെ അടുത്ത് ആരോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരോ എഴുതിണ്ടാക്കിയ സലാത്താണ്. ആ സലാത്താണോ ചെല്ലേണ്ടത്? എങ്ങനെ സലാത്ത് ചെല്ലണമെന്ന് സഹാബത്ത് ചോദിച്ചപ്പം ഇങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് നബി പറഞ്ഞ് ഇബ്രാഹിമി സലാത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സലാത്താണ് ചെല്ലേണ്ടത്. അപ്പോൾ ദീന് മനസ്സിൽ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ആ ചോദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ദീന് പഠിക്കണം. ഇത് നമ്മളെ ബാധ്യതയാണ്. സഹാബത്തിന് സഹോദരങ്ങൾ അവരൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ട് പഠിച്ചതല്ല ദീന്. 40, 50, 60 വയസ്സിൽ മുസ്ലിമായവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഖുർആൻ പഠിച്ചത്. ലാ തുഹർരിക് ബിഹി ലിസാനക്. ഖുർആനിലെ ആയത്താണ്. വഹി ഇങ്ങോട്ട് വന്ന് പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ടെൻഷനാണ്. മറന്നു പോകുമോ, ഇത്രയും ഇറങ്ങിയ വഹിയൊക്കെ ആയത്തൊക്കെ ഞാൻ മറന്നു പോകുമെന്ന്. എന്നിട്ട് റസൂൽ ഇങ്ങനെ പിന്നെയും ഓതിക്കൊണ്ടിരിക്കുകയാണ്, മറക്കാതെക്കാം. അപ്പോൾ അള്ളാഹ് ആയത്തിറക്കി, ലാ തുഹർരിക് ബിഹി ലിസാനക്. ഇങ്ങനെ നാവിട്ടടിച്ചടങ്ങാറാകേണ്ട നബിയെന്ന് ഞാൻ പഠിപ്പിച്ചരാ. ആ ഇറങ്ങണ വഹി ബൈഹാർട്ടാക്കിയിട്ട് ഞാൻ പഠിപ്പിച്ചരാ. ഇങ്ങനെ ഇടങ്ങാറായി നാവിട്ടടിച്ച് പഠിച്ചണ്ടാന്ന് പടച്ചോൻ പറയണ നബിനെ. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, നബി എത്ര മെനക്കെട്ടാണ് പഠിച്ചാൻ. നമ്മളൊരു ആയത്തിന് വേണ്ടി ഒരു 10 വട്ടം തൊള്ളട്ടിക്കണോ പഠിച്ചാൻ? ലാ തുഹർരിക് ബിഹി ലിസാനക്. നിന്റെ നാവ് ഇങ്ങനെ ഹറക്കാക്കണ്ട, ചലിപ്പിക്കൽ ഇടങ്ങാറാണ്ട, തൊള്ളട്ട് ഇങ്ങനെ ഓതി പഠിച്ചാൽ നോക്കണം നബി. അങ്ങനെ ഇടങ്ങാറാണ്ടാന്ന്. അപ്പോൾ നബി ഇടങ്ങാറായിക്കണേ. ഒരായത്ത് പഠിക്കാൻ നമ്മൾ ഇടങ്ങാറായിക്കണം സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനും ഹദീസുമാണ്. അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അവരെങ്ങനെ അത് മനസ്സിലാക്കിയത്, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത്, അവരടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുത്തത്, അതന്നെയാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ദീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ദീന് തലമുറകളിലൂടെ നമുക്ക് ഇന്ന് നോക്കി വള്ളി പുള്ളി മാറ്റല്ലാതെ ഇവിടെ നിൽക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ട്, എന്തോരം എഫർട്ട് എടുത്തിട്ടുണ്ട്. അല്ലയ്യഹൂർ എന്ന ഖുർആൻ ആയത്തുണ്ട്. അല്ലയ്യഹൂർ, ഹാറ യഹൂർ എന്ന അറബി പദമുണ്ട്. ഹാറ യഹൂർ എന്നുള്ള അറബി പദം സാധാരണ അറബിയിൽ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ചില ഗോത്രക്കാർ മാത്രമാണ് ആ പദം ഉപയോഗിക്കൽ. ആ ഗോത്രക്കാർ ആ പദം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടി ദൂരം
കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോവുകയാണ്. അങ്ങനെ നിരാശനായിട്ട് ലാസ്റ്റ് ഒരു മഗ്‌രിബായപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ എത്തുകയാണ്. അവിടെ ഒരു വയസ്സായ സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ഇങ്ങനെ വാതിലിൻ്റെ അടുക്ക് വന്നിട്ട് ആ താഴ്വാരത്തേക്ക് നോക്കിയിട്ട് ആ സ്ത്രീ ഉറക്കനെ വിളിച്ച് പറയാണ്, ഹുരി ഹുരി എന്ന് വിളിച്ച് പറയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഹാറ യഹൂറു എന്നുള്ള അറബി പദത്തിലെ ഒരു പെണ്ണിനോട് പറയുന്ന കൽപ്പനക്രിയാണ് ഹൂരി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പെൺകുട്ടി ആടിനെ മേക്കാൻ വേണ്ടി ആ താഴ്വാരത്തേക്ക് പോയിണ്. മഗ്‌രിബായിട്ടും കാണില്ല. അപ്പോൾ തിരിച്ചു മടച്ച് വിളിക്കണം, മോളെ വാ, തിരിച്ചു വാ എന്നാണ് ആ സ്ത്രീ പറയണത്. ഹൂരി എന്ന് പറഞ്ഞാൽ അല്ല യഹൂർ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരില്ലെന്നാണോ അവർ വിചാരിക്കുന്നത് എന്ന് അള്ളാഹ് ചോദിക്കണം. ഒരർത്ഥം, വാക്കിൻ്റെ അർത്ഥം അവരുപയോഗിക്കുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ദിവസങ്ങളും മാസങ്ങളും യാത്ര ചെയ്യുന്ന സഹാബികൾ. ഇനി നമുക്ക് ഹൂരിൻ്റെ അർത്ഥം കിട്ടാൻ എങ്ങോട്ടും പോണ്ട. ആ വാക്കും അങ്ങനെ അമർത്തി പിടിച്ചാൽ അതിന് തഫ്സീറുകൾ വരും സോഫ്റ്റ്വെയറിൽ. ഇബ്നു അബ്ബാസ് പറഞ്ഞു അർത്ഥം ഇന്നതാണെന്ന്. എന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ചോദിച്ചാൽ പറയും തിരക്കാണ്. എന്ത് തിരക്ക് സഹോദരങ്ങളെ? തിരക്കാണ്, സമയമല്ല. അല്ലെങ്കിൽ ഞാൻ വേറെ ദീച്ചെന്ന് എവിടെ എന്നിട്ട് ഖുർആൻ പഠിച്ചാൽ ഒരു പുസ്തകം വാങ്ങും, ഒരാഴ്ച ഉണ്ടാവും, രണ്ടാഴ്ച പുസ്തകം, പിന്നെ പുസ്തകം കാണാണ്ടാവില്ല, പിന്നെ പഠിത്തു നിർത്തി. ഇതാണ് നമ്മളെ ഖുർആൻ പഠിത്തത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് അത് മാറണം. നമ്മൾ ഖുർആൻ പഠിക്കണം. എത്ര ഖുർആൻ പഠന വേദികളുണ്ട് ഇവിടെ. ഖുർആനില്ലേ ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ. ഇരുന്ന് പഠിക്കണം സഹോദരങ്ങളെ. ഖുർആൻ്റെ അർത്ഥം പഠിക്കണം. അങ്ങനെ തന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കണ്ടല്ലോ ഇവിടുത്തെ മതയുക്തിവാദികൾ, മതമില്ലാത്ത ആളുകൾ, യുക്തിവാദികൾ, മതനിരാസത്തിൻ്റെ ആളുകൾ നമ്മളെ കളിയാക്കും. 6-ാം നൂറ്റാണ്ട് അവൻ്റെ പാൻറ് ഉണ്ടില്ലേ, 6-ാം നൂറ്റാണ്ടിന് വരികയാണോ? 7-ാം നൂറ്റാണ്ട് താടിയൊക്കെ കണ്ടെത്താൻ എൻ്റെ കൊലം. 7-ാം നൂറ്റാണ്ടെന്നാണ് വരുന്നത് സഹോദരങ്ങളെ. 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലും വന്നൊരു മനുഷ്യനുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ഒരാളെ കൊണ്ടറ്റേ. ഇവിടെ 21 നൂറ്റാണ്ടായല്ലോ, നിങ്ങളൊരാളെ കൊണ്ടരി. അതിന് ശേഷമുള്ള 9, 10, 11, 12, 21 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ഒരാളെ കൊണ്ടരി. ഒരാളുകൾ കാണിച്ചേരി. ഒരു 10 ലക്ഷം ആൾക്കാർ അനുയായികളുള്ള ഒരു നേതാവിനെ കാണിച്ചേരി. പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞത് അതൊരു വികാരമാണ്. അതൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നബിനെ കണ്ടുകണോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും നബിൻ്റെ ഒരു ഫോട്ടോ കണ്ടുകണോ? ഒരു വോയിസ് ക്ലിപ്പ് കേട്ടുകണോ? നബി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ചിത്രം വരുന്നുണ്ടോ? ഒരാളെ കാണാതെ കേൾക്കാതെ ഒരു ചിത്രം പോലും സങ്കല്പിക്കാൻ കഴിയാതെ ഒരു മനുഷ്യനെ എങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണത്? അത് മാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, മക്കളെക്കാൾ. നമ്മളയാൾ നബിനെ കുറ്റം പറഞ്ഞു നോക്കി നമ്മളെ രോമം നീച്ചിട്ട് നിൽക്കും. നമുക്ക് ദേഷ്യം വരും, നമ്മളെ പൾസ് കൂടും, BP കൂടും. നമ്മളെ മാപ്പാനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്ര വിഷമം തോന്നൂല. അത്രയും വികാരമാണ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ. എന്തേ 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യനോട് എന്തേ 180 കോടി ആളുകൾക്ക് ഇത്ര വികാരം? എന്താ? ഒരാളെ കാണിച്ചേരി. കാറൽ മാക്സ്, പല നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ. ഒരാളെ കാണിച്ചേരി. 10 ലക്ഷം അനുയായികളിലെ ഒരാളെ കാണിച്ചേരി. അതിനുശേഷം എത്ര നൂറ്റാണ്ട് ഇവിടെ കഴിഞ്ഞു? അങ്ങനെ ചോദിക്കല്ലോ നബിയാണെന്ന് എന്താ തെളിവ്? ഇതന്നെ തെളിവ്. ഒരാളെ വേറെ കാണിച്ചു തരാൻ പറ്റൂല. ഇത്രത്തോളം തൻ്റെ നേതാവിനെ സ്നേഹിക്കുന്ന, ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന, വെറും സ്നേഹമല്ല, ജീവിതത്തിൽ ഫോളോ ചെയ്യാണ്. ഈ താടി അതാണ്. ഈ നെരിയാൻ്റെ മുകളിലെ ഡ്രസ്സ് അതാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പം വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് അതാണ്. ഭക്ഷണം കഴിക്കുന്നത് അതാണ്. ഞാൻ പാട്ട് കേൾക്കാത്തത്, സംഗീതം ആസ്വദിക്കാത്തത് അതുകൊണ്ടാണ്. അത് മുഹമ്മദ് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊരു വികാരമാണ്. അങ്ങനത്തെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഇവിടെ അനുയായികളെ കാണിച്ചേരി. ഇല്ല, ചരിത്രത്തിൽ അങ്ങനെ ഒരു നേതാവിനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ജൂതനായ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞത് ലോക ചരിത്രത്തെ സ്വാധീനിച്ച ഏറ്റവും 1-ാം നമ്പർ വ്യക്തി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കാരണം 23 വർഷത്തെ ജീവിതം കൊണ്ട് ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മഹാമനുഷ്യൻ, ആ മനുഷ്യനുണ്ടാക്കിയ മാറ്റം എന്താണ്? هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സൂറത്തു ജുമുഅയിലെ 2-ാമത്തെ ആയത്താണ്. എന്താണ്? ആ മാറ്റമാണ് ഖുർആൻ ഉണ്ടാക്കിയത്. അത് മുഹമ്മദ് നബിൻ്റെ കഴിവല്ല. അള്ളാഹ് പറയാണ് എന്തുകൊണ്ടാണ് ആ തലമുറ മാറിയത്. പിറന്നു വീണ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആ കാട്ടറബികളെ, വ്യഭിചാരവും മദ്യവുമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ആ അറബികളെ ഏറ്റവും ലോക സംസ്കാരത്തിൻ്റെ നെറുകയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്, അതും 23 വർഷം കൊണ്ട് അവരെ മാറ്റിയെടുത്തത്. നോക്കി, അബ്ബാസിയ കാലമായപ്പോഴേക്കും, അതായത് നബി മരിച്ച് 100 കൊല്ലം കഴിഞ്ഞപ്പം ലോകത്തിൻ്റെ നടുവിൻ്റെ 2 ഭാഗം അത് മുസ്ലിങ്ങളുടേതായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്? അതാ പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. ആ ആയത്തുകൾ നബി ഓർക്കങ്ങനെ ഓതിക്കൊടുത്തുന്നാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നബി അവരെ കിതാബ് പഠിപ്പിച്ചു, ഹിക്മത്ത് പഠിപ്പിച്ചു. പഠിപ്പിച്ചേക്കാണ്. അങ്ങനെ തന്നെ പറയണ്ടേ? ഞാൻ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറഞ്ഞ് ഖുതുബത്തുൽ ഹാജ് അവിടെ ഓതി വെച്ചു. നബി ഓരോ വഅലിൻ്റെ തുടക്കത്തിൽ, വെള്ളിയാഴ്ച കുതുബൻ്റെ തുടക്കത്തിൽ, പെരുന്നാൾ കുതുബൻ്റെ തുടക്കത്തിൽ, നിക്കാഹ് കുതുബയുടെ തുടക്കത്തിലൊക്കെ നബി അതാ ചെല്ലിയത്. 23 കൊല്ലം നബി ചെല്ലിയത് സഹോദരങ്ങളെ. എന്തേ ചെല്ലാൻ കാരണം? നബി പറയാണ്, സഹാബത്ത് പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ ഞങ്ങളെ ഖുർആനിലെ ഒരു ആയത്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് ഖുതുബത്തുൽ ഹാജ് ഞങ്ങളെ പഠിപ്പിച്ചത്.
അങ്ങനെ റസൂൽ ഖുർആൻ അവരെ പഠിപ്പിച്ചിരിക്കണ്. യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് ഓതിക്കൊടുത്തു എന്നല്ല പറഞ്ഞത്, അവരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പേനയും പുസ്തകം കൊടുത്തിട്ട് നമ്മൾ ഖുർആൻ പഠിക്കാൻ ഇറങ്ങണം. പ്രായം പ്രശ്നമല്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രായത്തിലാണ് ബക്കറ പഠിച്ചത്. 8 വർഷം കൊണ്ടാണ് ബക്കറ പഠിച്ച്, ഒരു ദിവസം കൊണ്ടല്ല. ഇമാം ബുഖാരി സഹോദരങ്ങളെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന വലിയ ഇമാമാണ്, പണ്ഡിതനാണ്. ഇമാം ബുഖാരി റഷ്യക്കാരനാണ്, ബുഖാറയിലുള്ള ആളാണ്. ജനിച്ചപ്പം തന്നെ അറബിയായി ജനിച്ച ആളല്ല. ബുഖാറയിൽ എങ്ങനെ സഹോദരങ്ങളെ ഒരാൾ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറബി പറയാം? ഇന്നത്തെ റഷ്യൻ്റെ ഭാഗമാണ് ബുഖാറ. അപ്പം അങ്ങനെ അവർ പഠിച്ചിട്ടുണ്ട്. അറബി ഒരു തടസ്സമല്ല, അറബി വിചാരിച്ചാൽ പഠിച്ചാവുന്ന ഭാഷയുള്ളൂ. നമ്മൾ മെനക്കെടുന്നില്ല, മെനക്കെടാൻ തയ്യാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ പഠിക്കാൻ നിങ്ങൾ നോക്കി നല്ല സൗകര്യങ്ങൾ നമുക്കുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇത് അവസാനിപ്പിക്കണം അല്ലേ. അപ്പോൾ അസുഖമായി ബന്ധപ്പെട്ട് രോഗികളെ സന്ദർശിക്കുന്നതോടെ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് രോഗിനെ സന്ദർശിക്കുക എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം എന്ത്, 70,000 രാവിലെ ഒരാൾ രോഗിനെ സന്ദർശിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കി, വൈകുന്നേരം സന്ദർശിച്ചാൽ രാവിലെ വരെ. പിന്നെ അള്ളാഹ് നാളെ ചോദിക്കും ഖിയാമത്ത് നാളിൽ, ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല എന്ന്. അപ്പോൾ മനുഷ്യൻ ചോദിക്കുന്നതാണ്, പടച്ചോനെ ഈ രോഗിയാകെ ഈ റബ്ബുൽ ആലമീൻ അല്ലേ എന്ന്. അപ്പോൾ അള്ളാഹ് പറയും, ഇന്ന ആൾ രോഗിയായി കിടന്നപ്പം നീ വന്നില്ല, നീ അവിടെ വന്നിരുന്നെങ്കിൽ നിനക്കെന്നെ അവിടെ കാണാമായിരുന്നു എന്ന്. അവിടെ രോഗിനെ സന്ദർശിക്കൽ ഞാനത് പറയാനുള്ള പ്രത്യേക കാരണം എന്താ വെച്ചാൽ, ചില ആൾക്കാർ അസുഖമായാൽ പറഞ്ഞേക്കും, ഇങ്ങോട്ട് ആരും വരണ്ട കേട്ടോ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസറാണെന്ന് അറിയാൻ മുമ്പ് ഒരു വിഷമം. അപ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വന്നാൽ അങ്ങോട്ട് വരണ്ടാന്ന് പറയാൻ പാടില്ല. അള്ളാൻ്റെ റസൂൽ രോഗിനെ സന്ദർശിക്കുന്നതിൽ പുണ്യം ഉണ്ടെന്ന് പറഞ്ഞണമെങ്കിൽ അതിലൊരു പുണ്യം ഉണ്ടാവും. ആ പുണ്യവും പ്രാർത്ഥന നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നബി അത് പറഞ്ഞത്. ഒരാൾ ഇങ്ങോട്ട് വരണ്ട. നേരെ മറിച്ച് ഡോക്ടർ പറയാണ് രോഗിനെ സന്ദർശിക്കേണ്ട, ഇൻഫെക്ഷൻ ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോകാൻ പാടില്ല. അതല്ലാതെ ക്യാൻസർ ഇനി അസുഖമാണ് 4 ആൾ അറിയുന്ന പേടിച്ചിട്ടും ലജ്ജ കൊണ്ടും ദുരഭിമാനം കാരണം ചില ആൾക്കാർ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അങ്ങനെ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സന്ദർശിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലൊക്കെ വലിയ പുണ്യമുണ്ട്. രോഗിനെ സന്ദർശിക്കുമ്പോൾ നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുക. ദീനിൻ്റെ കാര്യം, നിസ്കാരത്തിൻ്റെ കാര്യം, ഖുർആൻ്റെ കാര്യം, തൗബയുടെ കാര്യം, പശ്ചാത്തപിക്കുന്ന കാര്യം, വസിയത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മപ്പെടുത്തുക. സത്യവിശ്വാസികൾ പരസ്പരം ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കണം. അതേപോലെ തന്നെ സന്ദർശിക്കാനുള്ള കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രയാസം രോഗിയിലും ബന്ധുക്കൾക്കും ഉണ്ടാക്കരുത്. പിന്നെ നമ്മൾ മറന്നു പോകുന്നൊരു ടീമുണ്ട്, ഈ രോഗിനെ ശുശ്രൂഷിക്കുന്നവർ. നമ്മളിങ്ങനെ പോരുള്ളൂ, നമുക്ക് നല്ലത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ ഊണും ഉറക്കം കൊയിച്ച് ആ രോഗിനെ നോക്കുന്ന പെണ്ണുങ്ങളും ആ ആളുകളുണ്ട്. എത്ര പ്രയാസത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ നല്ല രോഗിനെ സന്ദർശിക്കുന്ന ഒരാൾക്ക് ഇത്ര കൂലി ഉണ്ടെങ്കിൽ രോഗിനെ പരിചരിക്കുന്ന ആൾക്ക് എത്ര കൂലി ഉണ്ടാവും. അതുകൊണ്ട് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതിന് നമ്മൾ ക്ഷമിക്കണം. രോഗിനെ ശുശ്രൂഷിക്കുമ്പോൾ രോഗി ചിലപ്പം ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് അത് കയർത്ത് സംസാരിക്കരുത്. ക്ഷമയോടുകൂടി ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവൻ്റെ കാരുണ്യത്തിലും പ്രതീക്ഷയിലും സ്നേഹത്തിലും നമ്മൾ രോഗിനെ ശുശ്രൂഷിക്കുക. അതേപോലെ തന്നെ രോഗികളും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കൂടെ ശുശ്രൂഷിക്കുന്നവരെ വെറുപ്പിക്കാതിരിക്കുക. പല രോഗികളും ഭയങ്കര ദേഷ്യക്കാരും മുൻകോപികളും ചൂടാവുകയാണ്. ഈ മാറാത്ത അസുഖമുള്ള പല രോഗികളും പെട്ടെന്ന് ദേഷ്യം വരിക, ചൂടാകുക, മോശമായി. ഇതൊക്കെ ഈ സാധു ഉറക്കൊഴിച്ച് നോക്കിയിരിക്കും ഭാര്യ. ഇങ്ങനെ വെറുപ്പിക്കുക. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു പോയാൽ നമ്മളെപ്പറ്റി നല്ല ഓർമ്മകളായിരിക്കണം അവർക്ക് ഉണ്ടാകേണ്ടത്. എത്ര വിഷമമുണ്ടെങ്കിലും ഒരു സ്നേഹത്തോടെ വർത്താനം പറയുള്ളൂ. മറ്റെന്താ കുരച്ച് ചത്തിട്ടിയാൽ മതി എന്നാവും. ഒരിക്കലും അങ്ങനെ നമ്മൾ ഭാര്യമാരെയും അതേപോലെ രോഗി നോക്കുന്ന ആളുകളെന്ന് ഒരിക്കലും തീരരുത്, വിഷമിപ്പിക്കരുത്. ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്നും നമ്മുടെ യാത്രയുടെ അവസാനത്തെ സ്റ്റേജിലാണ് നമ്മളുള്ളത്. അത് ഏറ്റവും നന്നാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് ആളുകളോടുള്ള പെരുമാറ്റമാണെങ്കിലും നമ്മളെ മനസ്സാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ആ അവസാനത്തെ നിമിഷങ്ങൾ കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്ര ഒരു സന്തോഷത്തോടു കൂടി യാത്ര പറയുന്നൊരു മാനസികാവസ്ഥയോടെ ആയിരിക്കണം ഒരു രോഗിയായ വിശ്വാസി തൻ്റെ അവസാന കാലത്ത് ചെലവഴിക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ ഈ സെക്രട്ടറി, ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആക്സിഡൻ്റായി കിടപ്പിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ പെട്ടെന്ന് ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് വളരെ പെട്ടെന്ന് നൽകി പൂർണ്ണമായി തിരിച്ചു വരാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം നാളെ റബ്ബിങ്കിലേക്ക് യാത്ര പോകുന്നവരാണ്. നമ്മൾ ശിർക്ക് ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുക, സഹായം തേടുക, സത്യം ചെയ്യുക, നേർച്ച നേരുക, ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ മയ്യത്ത് കുളിപ്പിച്ചാൽ വേണ്ടി കടത്തുമ്പം നമ്മൾ അരയിൽ എന്തെങ്കിലും മന്ത്രിച്ചൂരിയ ചരടോ നൂലോ ഏതെങ്കിലും ജാറത്തുനിന്ന് കൊണ്ടുവന്ന നൂലോ ചരടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അത് നമ്മളെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയെ ബാധിക്കും. കാരണം ശിർക്ക് അള്ളാഹു ഒരിക്കലും പുറത്തുതരില്ല, ഒരിക്കലും ആരൊക്കെ ഇവിടെ നിന്ന് മക്കൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഷിർക്ക് പുറത്തുതരില്ല. ഷിർക്കല്ലാത്തതൊക്കെ ഒരു പക്ഷേ പടച്ചോ വിട്ടുവീഴ്ച ചെയ്തേക്കാം. അതുകൊണ്ട് ഷിർക്ക് ജീവിതത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കൃത്യമായ ദീന് നമ്മൾ പഠിക്കുക. അത് ശരിയായ സ്രോതസ്സിൽ നിന്ന്, ഉലമാക്കളിൽ നിന്ന്, ശരിയായ ഖുർആനും ഹദീസും മൻഹജോടുകൂടി പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും ദീന് സ്വീകരിക്കുകയും അത് പഠിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അത്
മറ്റുള്ളവർക്ക് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്കത് പറഞ്ഞു കൊടുക്കുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും പടച്ചോനിൽ തവക്കുൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.